സുഖമാണോ എല്ലാവർക്കും? എല്ലാവർക്കും സുഖമാണോ? ഗുഡ് ഈവനിങ്. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ശബ്ദം ഓർമ്മയുണ്ടല്ലോ. ഈ ശബ്ദം വേറെ എവിടെ ഓർമ്മയുണ്ടോ? ഈ ഒരു ശബ്ദം വേറെ എവിടെയും കേട്ട് ഓർമ്മയുണ്ടോ? ഈ ഒരു ശബ്ദം വേറെ എവിടെയെങ്കിലും പറഞ്ഞു ശബ്ദം വേറെ എവിടെയോ കേട്ട ഒരു സ്ഥലമുണ്ട്. എവിടെയാ? എന്റെ ശബ്ദം വേറെ എവിടെയോ കേട്ട ഒരു സ്ഥലം എവിടെയാ? ആരൊക്കെ പറഞ്ഞു? എക്സാം ഹാളിൽ இந்த ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആരെങ്കിലും ഞാൻ വീണ്ടും 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 പറഞ്ഞ റിപ്പീറ്റായിട്ട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ഒരു കാര്യം തന്നെ വീണ്ടും 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 പലതവണ, ഓരോ തവണയല്ല, 5-6 ഓർമ്മയുണ്ടോ? ഇറങ്ങിയില്ലേ ശബ്ദം? ഓർമ്മയുണ്ടോ? ഇറങ്ങിയില്ലേ? ഓർമ്മയുണ്ടോ? ഒരു കാര്യം തന്നെ പിന്നെയും പിന്നെയും പലതവണ പറയുന്ന കാര്യം ഓർമ്മയുണ്ടോ? ഇറക്കിയില്ലേ? എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഓർമ്മയുണ്ടോ? ഇറക്കിയിലും എന്റെ ഹാൻഡ് റൈറ്റിംഗും എന്റെ വോയിസും ഓർമ്മയുണ്ടോ? എന്റെ ഹാൻഡ് റൈറ്റിംഗും എന്റെ വോയിസും ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഉണ്ടോടെ പറഞ്ഞേ. ഹാൻഡ് റൈറ്റിംഗും വോയിസും ഓർമ്മയുണ്ടോ? എഴുതും 500-600 പേജ്. അല്ല ശരിയല്ലേ? 500-600-700 പേജ് മൊത്തം നോക്കിയാൽ 10,500 പേജ് ഉണ്ട്. ശരിയല്ലേ? ഓരോ സിസ്റ്റവും നോക്കിയാൽ എഴുതിയാൽ ഇനി ഇറങ്ങി വേണം അതൊക്കെ. ഇനി ആർക്കെങ്കിലും DMക്ക് വേണ്ടി അതേ നോട്ട്സ് വേണം? തീർച്ചയായും സാർ, ഞാൻ അതുകൊണ്ടാണല്ലോ. ശരിയല്ല, സവിത പറഞ്ഞ പോലെ തന്നെ എന്താണ് ഞാൻ എഴുതരും. ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്ന പോലെ തന്നെ സവിത പറഞ്ഞ പോലെ തന്നെ ഞാൻ എപ്പോഴും നോട്ട്സ് എഴുതി തരാറുണ്ട്. ഓരോ എക്സാമിനും അവർക്ക് വേണ്ടി നോട്ട്സ് എഴുതി തരാറുണ്ട്. ആർക്കെങ്കിലും സിസ്റ്റം വൈസ് ആയിട്ടുള്ള എല്ലാ നോട്ട്സ് എഴുതിയ നോട്ട്സ് ഞാൻ അയച്ചു തരും. ഇപ്പോൾ പഠിക്കുന്നതിന് കൂടെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അറിയുമോ, 600-700 പേജ് എഴുതും. അറിയല്ലോ, ഞാൻ ഇരുന്ന് ഇങ്ങനെ എന്താണ് ആലോചിച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും JPS എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് ഗ്രൂപ്പിൽ എല്ലാവരുടെയും മെസ്സേജ് കണ്ടപ്പോൾ മനസ്സിലായി. JPS എക്സാം നന്നായിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റിയെന്ന് ഗ്രൂപ്പിൽ മെസ്സേജസ് കണ്ടപ്പോൾ മനസ്സിലായി. സോ വളരെ നന്ദി പറയാണ്. ഞാൻ പറയുന്നത് പോലെ പഠിച്ചത് ശരിയല്ലേ? ഞാൻ അനാവശ്യമായിട്ട് ഒരു കാര്യം ഒന്നും വെറുതെ പറയാറില്ല. ഞാൻ എപ്പോ പറഞ്ഞാലും അത് ശരിയല്ലേ? ഞാൻ ഒരു കാര്യം വെറുതെ പറയാറില്ല. പറയുമ്പോൾ സത്യമായിട്ട് പറയും. നന്നായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്ത് എനിക്ക് മെസ്സേജ് കണ്ടു. താങ്ക് യു സോ മച്ച്. നന്നായി പഠിക്കും. DME പഠിക്കും. DME എക്സാമിന് വേണ്ടി ഇനി അടുത്തതായിട്ട് ഞാൻ പറയും പോലെ പഠിക്കും. DME എക്സാമിന് അടുത്ത പഠിക്കും. ഞാൻ എന്ന് പറയുന്നു, DME എക്സാം കട്ട് ഓഫ് പറയും. DME എക്സാം സിമ്പിൾ ആയിരിക്കത്തില്ല. കട്ട് ഓഫ് 40-50 റേഞ്ച് വരും. കട്ട് ഓഫ് 40-50 റേഞ്ച് എത്തും. കാരണം അറിയാമോ? ഇത് DME എക്സാമിന് ഇത്രയും പേര് ഒരുമിച്ച് എടുക്കാൻ പറ്റും. ഇത്രയും പേര് ഇത് ഒരുമിച്ച് പോസ്റ്റിലോട്ട് എടുക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ എക്സാം എപ്പോഴും DME എക്സാമും BHS എക്സാമും അത് ടഫായിട്ട് കൊടുക്കാറുള്ളൂ. കട്ട് ഓഫ് കുറയ്ക്കാൻ വേണ്ടി തന്നെ കട്ട് ഓഫ് 40-50 റേഞ്ചിലായിരിക്കും ഇനിയും വരുന്ന എക്സാം. കാരണം ഈ ഒരു എക്സാം സിമ്പിളാ കൊടുത്തെങ്കിൽ അത് PSCയുടെ ഒരു ട്രിക്ക് അല്ലേ? PSC എപ്പോഴും ട്രിക്ക് ചെയ്യാറുണ്ട്. PSC എപ്പോഴും വളരെ വലിയ ചില ട്രിക്ക് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ അടുത്ത എക്സാം ഇത് ടഫായിട്ട് കൊടുക്കാറുണ്ട്. അടുത്ത എക്സാം എപ്പോഴും ഇത് ടഫായിട്ട് കൊടുത്തിട്ട് ഇത് കട്ട് ഓഫ് കുറയ്ക്കാൻ നോക്കാറുണ്ട്. 40-50 റേഞ്ചിലായിരിക്കും എപ്പോഴും കട്ട് ഓഫ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? 40-50 റേഞ്ചിൽ 40-50 അതിനകത്തായിരിക്കും എപ്പോഴും കട്ട് ഓഫ് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഉണ്ടാകാൻ പോകുന്നത് DME എക്സാമിന്. ഓക്കെ, കേട്ടോ? 40-50
ഈ കഴിഞ്ഞ DHS പോലെ തന്നെ അവിടെയും കുറച്ച് ടഫാക്കും. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പഠിച്ച് കഴിഞ്ഞ എക്സാം കിട്ടിയ മാർക്ക് പോലെ തന്നെ ഇപ്രാവശ്യം കിട്ടും. പഠിക്കും എല്ലാവരും. ഞാൻ പറയുന്നത് കാര്യം അതുപോലെ പഠിക്കും. കഴിഞ്ഞ എക്സാം പോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പഠിക്കും. ഒരു റാങ്ക് ഫയലും വാങ്ങരുത്, ഒരു ടെക്സ്റ്റ് ബുക്കും വാങ്ങരുത്, ഒരു വീഡിയോസും കാണരുത്. ടൈം വേസ്റ്റ് ചെയ്ത് പഠിക്കുമല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. ശബ്ദമാണോ? ശബ്ദം പോയിരിക്കുക. ശബ്ദമാണോ? ഒരുപാട് പാറയിൽ വലിച്ചതില് പാറക്കകത്ത് ശബ്ദമല്ലേ? ശബ്ദത്തിലല്ലോ. ശബ്ദത്താണോ? സ്ഥിരമായി കേൾക്കുന്നത് പറഞ്ഞ് ശബ്ദത്താണോ? അല്ല. പയ്യ ജലദോഷം, പനി നല്ല പനിയ. ശബ്ദതല്ല. കോൾഡും ഫീവറും കഴിഞ്ഞ എക്സാമോടുകൂടി ജയിപ്പിച്ച് കഴിഞ്ഞ തന്നെ വയ്യ. RRB ഉണ്ടോ? RRB ഉണ്ടോ? ആരെങ്കിലും തിരുനെല്ലിയുണ്ടോടെ? തിരുനെല്ലി പേര് ഉണ്ടോ ആരെങ്കിലും? ഉണ്ടോ? അവിടെ ഞാൻ ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ട് കേട്ടോ. പറഞ്ഞു. ഞാൻ ഉണ്ട് അവിടെ ഉണ്ട്. ആരെയും കൊണ്ട് പറഞ്ഞേക്ക്. ഞാൻ ഉണ്ട് കേട്ടോ. ഞാൻ RRBക്ക് തിരുനെല്ലി വഴി ഉണ്ടായിരിക്കും. ജസ്റ്റ് യാത്ര, റെസ്റ്റ് വേണം. എല്ലാം കൊല്ലമല്ലേ? എല്ലാം കൊല്ലല്ലേ? എനിക്കറിയുന്ന എല്ലാവരും കൊല്ലോ. എനിക്കറിയുന്ന എല്ലാവരും എല്ലാ പെൺകുട്ടി കൊല്ലമല്ലേ? മിക്കവാറും എല്ലാ പെൺകുട്ടികളെല്ലാം കൊല്ലമാണ്. കൊല്ലം, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്. പോട്ടോ. ഒരു യാത്രയില്ലേ? എപ്പോഴും ഒരു യാത്ര നല്ലതല്ലേ? നമുക്കൊരു ചേഞ്ച് വരാൻ വേണ്ടി എപ്പോഴും ഒരു യാത്ര. പോകുമ്പോ ഇന്ന് ട്രെയിനിൽ പോട്ടോ കേട്ടോ. പോകുമ്പോൾ ഇത് ട്രെയിനിൽ പോവുക. ഒരു യാത്ര നല്ലതാണ്. പോകുമ്പോൾ എല്ലാവരും തന്നെ ഇത് ബസ്സിൽ പോകാതെ ഇത് ട്രെയിനിൽ പോകട്ടോ. ഇന്ന് ട്രെയിനിൽ പോയി ഒരു ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ചിന്തിച്ച് എവിടെ തെറ്റുപറ്റി, എന്തൊക്കെ ബസ് തിരുത്തണം, ആലോചിച്ച് തിരുത്തി പോവല്ലോ. ഫാമിലി ടൂറല്ല. ഫാമിലി ടൂറാണോ അത്? ഒരു ടൂറാണോ? RRB ടൂറാണോ? SIS പറയാ ആണ്. RRB പലർക്കും ടൂറല്ലേ? RRB പലർക്കും ഫാമിലി ആയിട്ട് ടൂറല്ലേ? സത്യം പറയട്ടെ, RRB പലർക്കും ഫാമിലി ആയിട്ട് ടൂറല്ലേ? എന്റെ റാങ്ക് നോക്കണമെങ്കിൽ കഴിഞ്ഞ എക്സാമിന്റെ ഫസ്റ്റ് നോക്കിയാൽ മതി. എന്റെ റാങ്ക് നോക്കണമെങ്കിൽ കഴിഞ്ഞ എക്സാംസിന്റെ ഫസ്റ്റ് പോയി നോക്കട്ടോ. ഈ കഴിഞ്ഞ എക്സാംസിന്റെ ഫസ്റ്റ് പോയി നോക്കട്ടോ. എന്റെ റാങ്ക് നോക്കണമെങ്കിൽ കഴിഞ്ഞ എക്സാംസിന്റെ ഫസ്റ്റ് പേര് നോക്കുക. ഓക്കെ, എന്റെ പേരറിയാലോ. എന്റെ പേരറിയാം. എന്റെ റാങ്ക് നോക്കണമെങ്കിൽ കഴിഞ്ഞ എക്സാംസിന്റെ ഫസ്റ്റ് പേജ് നോക്കട്ടോ. ഡിസ്ട്രിക്ട് ട്രിവാൻഡ്രം. സ്റ്റാർട്ട് ചെയ്യാം. സോ കഴിഞ്ഞ ദിവസം എന്ത് പഠിച്ചു? ആസിഡ് ബേസ് ഇംബാലൻസ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം ആസിഡ് ബേസ് ഇംബാലൻസ് അല്ലേ? ഇംബാലൻസ് പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാവരും ആസിഡ് ബേസ് ഇംബാലൻസ് പഠിച്ചു. ഇംബാലൻസ് ആസിഡ് ബേസ് ഇംബാലൻസ് പഠിച്ചു. പഠിച്ചോ? ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് പഠിച്ചോടെ എല്ലാവരും? ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കഴിഞ്ഞ ദിവസം പഠിച്ചോ? ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കഴിഞ്ഞ ദിവസം പഠിച്ചോടെ? SIS പറയുക. കഴിഞ്ഞ ദിവസം ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് പഠിച്ചോടെ? സോ സ്റ്റാർട്ട് ചെയ്യാം. ബാലൻസ് പഠിച്ചില്ലേ? ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് പഠിച്ചില്ലേ? പറഞ്ഞു. എല്ലാവരും ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് പഠിച്ചു. സോ നമുക്ക് നോക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ്
ആസിഡ് ബേസ് ബാലൻസ്. ആസിഡ് ബേസ് ബാലൻസ് എല്ലാവരും കഴിഞ്ഞ ദിവസം ഫ്ലൂയിഡ് ഇലക്ട്രോളിസിസ് പഠിച്ചില്ലേ? ഇപ്പൊ ആസിഡ് ബേസ് ബാലൻസ് എന്താ? എപ്പോഴും എല്ലാ എക്സാമിനും ഒരു ചോദ്യം, ഒരു മാർക്ക് 99% എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും വരുന്ന ക്വസ്റ്റ്യൻ ഏത്? ലാസ്റ്റ് ഇത് DHSനും ലാസ്റ്റ് ഇത് DMEക്കും ഒരു ചോദ്യം കൃത്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അറിയാം ആർക്കെങ്കിലും? കൃത്യമായിട്ട് വളരെ ഇൻ ഡെപ്തിൽ തന്നെ ഒരു ചോദ്യം ഇവിടെ നിന്നും ഉണ്ടായിരുന്നു. എന്താണ് ആസിഡ് ബേസ് ബാലൻസ്? കഴിഞ്ഞ DHS കഴിഞ്ഞ DMEക്കും ഒരു ചോദ്യം ഈ ഒരു ചാപ്റ്ററിൽ ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ പിടിക്കണം. എന്താണ് ആസിഡ് ബേസ് ബാലൻസ്? എന്താ ആർക്ക് പറയാം? ആസിഡ് ബേസ് ബാലൻസ്. ശബ്ദം നോക്കണ്ട, ശബ്ദം പോയിരിക്കുകയാണ്, ശ്രദ്ധിക്കേണ്ട. ശബ്ദത്തിനായാലും നോക്കേണ്ട ആവശ്യമില്ല. ശബ്ദം ഒക്കെ ഇല്ലേ? ശബ്ദം ഒക്കെ ഇല്ലേ? ശബ്ദം എനിക്ക് ശബ്ദം ഒക്കെ ഇല്ല. ശബ്ദം ഒക്കെയാണ്. ഇത് ബ്ലഡിന്റെ ബേസ് ഒന്നുമില്ല. ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറയുമ്പോ ബ്ലഡിന്റെ ബേസ് ഒന്നുമില്ല. ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറയുമ്പോ ആരൊന്നും എഴുതരുതേ, ഒന്നും എഴുതരുതേ, കേക്കുക. ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഹീമോസ്റ്റാസിസ് ആണോ? ആസിഡ് ബേസ് ഹീമോസ്റ്റാസിസ് എന്ന് പറയാൻ പറ്റുമോ? യെസ് ഓർ നോ? ഹീമോസ്റ്റാസിസ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറ്റുമോ? യെസ് യെസ് പറയുക. ഹീമോസ്റ്റാസിസ് എന്ന് പറയാൻ പറ്റും. പറ്റും പറ്റും. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? It is a regulation of the pH of air fluid. It is a regulation of the pH of air fluid. It is a regulation of the pH of air fluid. Air fluid. അവിടെയാണ് തെറ്റുന്നത്. ഇൻട്രയാണോ എക്സ്ട്രാ ആണോ? അവിടെയാണ് തെറ്റുന്നത്. ആസിഡ് ബേസ് ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഏത് ഫ്ലൂയിഡാ? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലേ? എക്സ്ട്രാ സെൽഫ് ഇൻട്രാസെല്ലുലാർ അല്ല, എക്സ്ട്രാ സെൽഫ് ഫ്ലൂയിഡ് അല്ലേ? എക്സ്ട്രാ അല്ലേ? എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഏത് ഫ്ലൂയിഡ്? ഇൻട്രാവീനസ് അല്ലേ? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അല്ലേ? എപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യമാണ്. എല്ലാവർക്കും എപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യമാണ്. ആസിഡ് ബേസ് ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഏത് ഫ്ലൂയിഡാ? എക്സ്ട്രാ ആണോ ഇൻട്രാ ആണോ? ഇൻട്രാ സെല്ലുലാർ ആണോ എക്സ്ട്രാ? ഫസ്റ്റ് പോയിന്റ് അത് തന്നെയാണ്. ആസിഡ് ബാലൻസ് പറഞ്ഞാൽ എപ്പോഴും എക്സ്ട്രാ സെല്ലുലാർ ആണോ ഇൻട്രാ സെല്ലുലാർ ആണോ? ഏത് ഫ്ലൂയിഡാ? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണോ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണോ? ആസിഡ് ബേസ് ബാലൻസ് വരുന്നത് എക്സ്ട്രാ അല്ലേ? എക്സ്ട്രാ അല്ലേ? എക്സ്ട്രാ അല്ലേ? അതായത് നമ്മുടെ എല്ലാവരുടെയും ഇൻട്രാ വീനസ് ഫ്ലൂയിഡ് എന്ന് പറയാം. നമ്മുടെ എല്ലാവരുടെയും ഇൻട്രാ വീനസ് ഫ്ലൂയിഡ് എന്ന് പറയാം. ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് ബ്ലഡിന്റെ ഇത് pH അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പറയുന്ന പേരല്ലേ ആസിഡ് ബേസ് ബാലൻസ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ബ്ലഡിന്റെ pH അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പറയുന്ന പേരല്ലേ ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറയുന്നത്. ആണോ? നമ്മുടെ എല്ലാവരുടെയും ബ്ലഡിന്റെ pH അത് മെയിൻറ്റെയിൻ ചെയ്തതിന് പറയുന്ന പേരെന്താ? നമ്മുടെ എല്ലാവരുടെയും ബ്ലഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്തതിന് പറയുന്ന പേരല്ലേ ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറയും. ശരിയല്ലേ? ശരിയല്ലേ? യെസ് ഓർ നോ? ശരിയാണ്, ശരിയാണ്, കറക്റ്റ് ആണ്. എല്ലാവരുടെയും ബ്ലഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്ത് പറഞ്ഞത് എന്താ? ആസിഡ് ബേസ് ബാലൻസ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോർമലി സെല്ലുലാർ മെറ്റബോൾസ് നടക്കുമ്പോഴും അവിടെ ബാലൻസ് ഉണ്ടോ? എല്ലാവരുടെയും ബോഡിക്കകത്ത് സെല്ലുലർ മെറ്റബോൾസ് നടക്കുമ്പോഴും ഒരു ആസിഡ് ബേസ് ബാലൻസ് ഇല്ലേ? ഉണ്ടോടെ? ബോഡിക്കകത്ത് സെല്ലുലർ മെറ്റബോൾസ് നടക്കുമ്പോൾ ഒരു ആസിഡ് ബേസ് ബാലൻസ് ഇല്ലേ? ഉണ്ടോ? ശബ്ദിക്കുക, പറഞ്ഞേ. കുറച്ച് പറയാൻ പറഞ്ഞേ. ഉണ്ടോടെ? ഉണ്ട്. നൗ എന്താ ആസിഡ്? എന്താ നൗ ആസിഡ് എന്ന് പറയുന്നത്? നൗ ആസിഡ് എന്താ? ബേസ് എന്താ?
ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് എന്ന് പറഞ്ഞ ചോദ്യം പൊതുവെ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്സ് ആ പറയുന്നത്. ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് എന്റെ ക്ലാസ് ഫസ്റ്റ് ആയിട്ട് അറിവുണ്ട് ഇതിനകത്ത്. എന്റെ ക്ലാസ് ഫസ്റ്റ് അറ്റൻഡ് അറിവുണ്ട് ഇതിനകത്ത്. ആദ്യമായിട്ട് അറ്റൻഡ് അറിവുണ്ട്. പരിചയമില്ലല്ലേ? എന്നെ പരിചയമില്ലല്ലേ? എന്നെ അറിയാമെങ്കിലും എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശാന്തി വീട്ടി എവിടെയെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കാണും, ഉണ്ടായിരിക്കും. യൂട്യൂബ് അല്ലേ? യൂട്യൂബ് അല്ലേ? ഞാൻ യൂട്യൂബിൽ അധികം വീഡിയോ ചെയ്യാറില്ല. വളരെ കുറച്ചുകൂടെ ചെയ്താൽ അറിയില്ല. യൂട്യൂബിനകത്ത് ഞാൻ ഫ്രീ വീഡിയോസ് അധികം ചെയ്യാറില്ല. ചെയ്താൽ ആ ചോദ്യം ഉണ്ടായിരിക്കും. ചെയ്താൽ ചോദ്യം ഉള്ള വീഡിയോ മാത്രം ചെയ്യാറുള്ളൂ. ഫ്രീ ആയിട്ടില്ലേ? കണ്ടു, കുറെ കണ്ടു, കുറെ കമന്റ്സ് ഒക്കെ കണ്ടു. സോ ദ ബ്ലഡിന്റെ ദ pH അത് മെയിൻറ്റെയിൻ ചെയ്ത് പറയുന്ന പേരെന്താ? അതാ ചോദ്യം. ദ ബ്ലഡിന്റെ ദ pH അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താ? ദ ബ്ലഡിന്റെ ദ pH അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? ആസിഡ് ബേസ് ബാലൻസ് അല്ലേ? അല്ലേ? ദ ബ്ലഡിന്റെ നിങ്ങളുടെ ബോഡിയിലെ ദ ബ്ലഡിന്റെ ദ pH അത് മെയിൻറ്റെയിൻ ചെയ്ത് ഉത്തരം പറയണേ. ആസിഡ് ബേസ് ബാലൻസ് അല്ലേ? ബോഡിയിലെ ബ്ലഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്ത് പറയുന്ന എന്താ? ബോഡിയിലെ ബ്ലഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താ? ആസിഡ് ബേസ് ബാലൻസ് അല്ലേ? അല്ലേടേ? ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡ് എന്ന് പറയുന്നത് ആസിഡ് 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 എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആദ്യം വരുമ്പോൾ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് എന്താ? ശരിയാണ് സാർ, പണ്ട് എഴുതാക്കാണ്. ആസിഡ് എന്താ? ആസിഡിന്റെ ഡെഫിനിഷൻ എന്താ? ആസിഡിന്റെ ഡെഫിനിഷൻ എന്താ? എനി സബ്സ്റ്റൻസ് ദാറ്റ് ഗിവ്സ് ദ H+ അയോൺസ് ആണോ? ഒരു സൊല്യൂഷൻ എപ്പോഴും ദ H+ അയോൺസ് ഉണ്ടാക്കുന്ന കപ്പാസിറ്റി കഴിവുള്ള എന്ത് വിളിക്കാം? ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ദ H+ അയോൺ കപ്പാസിറ്റി ഉള്ളവർ എപ്പോഴും ആസിഡ് അല്ലേ? ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ H+ അയോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ളവരെ എല്ലാരെയും ആസിഡ് അല്ലേ? ശരിയല്ലേ? ഒരു സൊല്യൂഷൻ എടുക്കുന്നു, അതിൽ H+ അയോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ളവരെ എല്ലാവരെയും ആസിഡ് എന്ന് വിളിക്കാം. ശരിയല്ലേ? അപ്പൊ ഇത് pH എന്താണ്? pH എന്താണ്? pH എന്താ? pH എന്താ? ദ ബേസ് എന്താണ്? ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ ഇത് OH അയോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ളത് വിളിക്കാം. ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ ഇത് OH അയോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ളവരെ പറയുന്ന പേരെന്താ? ആസിഡ് ആണോ ബേസ് ആണോ? ഫോൺ ഇങ്ങനെ ചറപറാ മെസ്സേജ് നോക്കിയിട്ട് പറഞ്ഞേ. സൊല്യൂഷനിൽ ഇത് OH അയോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ളത് വിളിക്കാം. ഉത്തരം പറയുക. സൊല്യൂഷൻ എടുക്കുമ്പോൾ OH അയോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ളവരെ വിളിക്കപ്പെടുന്ന ബേസ് ആണോ? ബേസ് വിളിക്കുക. അപ്പൊ H+ അയോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ളവരെ ആസിഡ് എന്നും OH അയോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ളവരെ ബേസ് എന്നും വിളിക്കാം. എങ്കിൽ എന്താ pH എന്താ? എങ്കിൽ എന്താണ് pH എന്ന് പറയുന്നത്? pH ഒരു ഹൈഡ്രജൻ അയോൺസിന്റെ പൊട്ടൻഷ്യൽ പറയുന്ന പേരാണോ? ഹൈഡ്രജൻ അയോൺസിന്റെ പൊട്ടൻഷ്യൽ പറയുന്ന പേരാണോ pH? ഹൈഡ്രജൻ അയോൺസിന്റെ പൊട്ടൻഷ്യൽ പറയുന്ന പേരാണോ pH? ആണോ? ഹൈഡ്രജൻ അയോൺസിന്റെ പൊട്ടൻഷ്യൽ പറയുന്ന പേരാണോ pH? ആണോ? ശരിക്കും പറഞ്ഞാൽ H+ അയോൺസിനെ റിലീസ് ചെയ്യാൻ കഴിവുള്ള ഏതൊരു സബ്സ്റ്റൻസിനെ എന്താ?
ശരിക്കും പറഞ്ഞാൽ H+ അയോൺസിനെ റിലീസ് ചെയ്യാൻ കഴിവുള്ള ഏതൊരു സബ്സ്റ്റൻസിനെ പറഞ്ഞ എന്താ? ഉത്തരം പറയണേ. H+ അയോൺസിനെ റിലീസ് ചെയ്യാൻ കഴിവുള്ള ഏതൊരു സബ്സ്റ്റൻസിനെ പറയുന്ന പേരെന്താ? ആസിഡ്. H+ അയോൺസിനെ റിലീസ് ചെയ്യാൻ കഴിവുള്ള ഏതൊരു സബ്സ്റ്റൻസിനെയും പറയുന്ന പേരെന്താ? ആസിഡ്. പണ്ട് സ്കൂളിലും കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നത് ശരിയല്ലേ? ശരിയല്ലേ? പണ്ട് സ്കൂള് കഴിഞ്ഞ ശേഷം +1 +2 പഠിക്കുന്നത് ശരിയല്ലേ? അതിനുശേഷം ഇത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനുശേഷം ആരെങ്കിലും H+ അയോൺസും OHസും പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. സോ H+ അയോൺസിനെ റിലീസ് ചെയ്യാനുള്ള സബ്സ്റ്റൻസ് പേര് ആസിഡ് ആണ്, ബേസ് ആണ്. H+ അയോൺസ് ഒരു സൊല്യൂഷനിൽ നിന്ന് റിലീസ് ചെയ്യാൻ കഴിവുള്ളവരെ വിളിക്കുന്ന പേരെന്താ? ആസിഡ്. അതേസമയം OH അയോൺസിനെ റിലീസ് ചെയ്യുന്ന ആസിഡ് ആണ്, ബേസ് ആണ്. OH ആണെങ്കിൽ ബേസ്. രണ്ട് കാര്യം കിട്ടിയോ? കിട്ടി. ഇനി നമ്മളെല്ലാവരുടെയും നമുക്ക് ആവശ്യം നഴ്സിംഗ് അല്ലേ? നമുക്ക് ആവശ്യം നഴ്സിംഗിലോട്ട് വരുമ്പോൾ ബ്ലഡിന്റെ പീസ് എത്രയാണ്? നമുക്ക് എത്തുന്ന സമയത്ത് ബ്ലഡിന്റെ ശബ്ദം ഇല്ല. ലാസ്റ്റ് ഇത് കഴിഞ്ഞ DHSലായിരുന്നു ഏറ്റവും എക്സാമിന്റെ അവസാന ദിവസം പാറയിൽ ഉടച്ച പോലെ, ശബ്ദം കേൾക്കുമ്പോൾ പാറയിൽ ഉടച്ച പോലെയായിരുന്നു. ഇപ്പോ ഇത് JPH കഴിഞ്ഞപ്പോ എന്താണ്? ശബ്ദം ഒട്ടുമില്ല, പാറയൊന്നുമല്ല, ഉരച്ചത് പോലും ഇല്ല, ശബ്ദം കേൾക്കാനില്ല. അറിയല്ലോ, ശബ്ദമില്ല, ശബ്ദമൊന്നുമില്ല, അത് കാര്യമില്ല. സോ ബ്ലഡ് വിത്ത് എത്രയാ? PH ബ്ലഡ് എത്രയാ? PH ഓഫ് ബ്ലഡ് എത്രയാ? കേരള PSC എക്സാമിന്റെ പ്രീവിയസ് 5 ചോദ്യം പറഞ്ഞത്. ഫസ്റ്റ് കാര്യം പറയുന്നത് നോർമൽ PH ഓഫ് ബ്ലഡ് എത്രയാ? കേരള PSC എക്സാമിൽ 5-6 ചോദ്യം പറഞ്ഞു തരും. ഫസ്റ്റ് വൺ ഈസ് നോർമൽ PH ഓഫ് ബ്ലഡ് എത്രയാ? നോർമൽ PH എത്രയാ? ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. 7.35 to 7.45 ആണോ ബ്ലഡിന്റെ PH എന്ന് പറയുമ്പോൾ? നോർമൽ ബ്ലഡിന്റെ PH എന്ന് പറയുമ്പോൾ 7.35 to 7.45 അല്ലേ? ന്യൂട്രൽ എത്ര? ന്യൂട്രൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും എത്രയാ? ന്യൂട്രൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറയുമ്പോൾ 7 അല്ലേ? ന്യൂട്രൽ എന്ന് പറയുമ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറയുമ്പോൾ 7 അല്ലേ? ന്യൂട്രൽ ആണ് 7. നോർമൽ ബ്ലഡിന്റെ PH ആണെങ്കിൽ 7.35 to 7.45, ന്യൂട്രൽ ആണെങ്കിൽ 7-ഉമാണ്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ബ്ലഡ് അല്ലെങ്കിൽ വേറെ ചോദ്യം ഉണ്ടല്ലോ, ഈ നോട്ടിലില്ല, സ്റ്റഡി നോട്ടിലില്ല, പറയും, എപ്പോഴും പറയുന്ന കാര്യമാണ്. PH ബ്ലഡ് അല്ലാതെ വേറെ ഏത് ചോദ്യം കണ്ടിട്ടുണ്ട്? ആരെങ്കിലും കണ്ടിട്ടുണ്ട്? കഴിഞ്ഞ ദിവസം JPC വേണ്ടി സെക്രീഷൻസ് എന്ന് നോട്ടിട്ടാണെങ്കിലും ആരും കണ്ടോ? PH ഓഫ് സെക്രീഷൻസ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പേ JPC വേണ്ടി PH ഓഫ് സെക്രീഷൻ കഴിഞ്ഞ 2 ദിവസം മുമ്പേ. സൗണ്ട് പോയോടെ? സൗണ്ട് ഉണ്ടോ? സൗണ്ട് കേൾക്കാമോ? കണ്ടോ? കഴിഞ്ഞ 2 ദിവസം മുമ്പേ. അത് ഇതിനകത്ത് വരുന്നല്ലേ? പക്ഷെ നമ്മൾ പഠിക്കുമ്പോ ഇവിടെ പഠിക്കില്ല. അത് പല സിസ്റ്റം പഠിക്കാനില്ലേ? പല സിസ്റ്റങ്ങളിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനില്ലേ? ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ സെക്രീഷൻസിന്റെ PH എല്ലാം സെപ്പറേറ്റ് പഠിക്കാനില്ലേ? അവിടെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ചോദിക്കട്ടെ, ആരൊക്കെ പഠിച്ചു പറഞ്ഞല്ലോ? ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ PH എത്രയാ? ചോദ്യമാണ്. ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ PH എത്രയാ? കഴിഞ്ഞ ദിവസം നോട്ടായിട്ട് JPSന് വേണ്ടി ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. സെക്രീഷൻ ഓഫ് PH, ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ PH എത്രയാ?
നമ്പർ 1 2 3 4 എന്നത് 13 1.5 to 3 അല്ലേ? 1.5 to 3 അല്ലേ? ഗ്യാസ്ട്രിക് ജ്യൂസ് ആണെങ്കിൽ 1.5 to 3 അല്ലേ? ആൻഡ് ദ വജൈൻ ഫ്ലൂയിഡ് എത്രയാ? വജൈൻ ഫ്ലൂയിഡ് ആണെങ്കിൽ 3.5 to 4.5 3.5 തൊട്ട് 4.5 ആണെങ്കിൽ വജൈൻ ഫ്ലൂയിഡ് ആണ്. CSF എത്രയാ? CSF ആണെങ്കിൽ 7.4 അല്ലേ? ഓർമ്മയുണ്ടെങ്കിലും നോക്കുക. സ്റ്റൂൾ 6.5 സ്റ്റൂൾ എത്രയാ? സ്റ്റൂൾ 6.5 സ്റ്റൂൾ 6.5 ആൻഡ് ദ ബ്രസ്റ്റ് മിൽക്ക് എത്രയാ? ആൻഡ് ദ ബ്രസ്റ്റ് മിൽക്ക് എത്രയാ? 6.35 തൊട്ട് 7.35 അല്ലേ? 6.35 തൊട്ട് 7.35 ആണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ആണ്. സലൈവ ആണെങ്കിലോ 6.35 തൊട്ട് 6.8 സലൈവല്ലേ? ആഫ്റ്റർ ക്ലാസ് ശേഷം ആർക്കെങ്കിലും ആ നോട്ട്സ് മിസ്സായെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുമല്ലോ. ആർക്കെങ്കിലും അത് വീണ്ടും വേണമെങ്കിൽ മെസ്സേജ് അയക്കുക. അന്ന് യൂറിൻ എത്ര? യൂറിൻ pH of urine 4.6 തൊട്ട് 8 അല്ലേ? പഠിക്കുന്ന ചാപ്റ്ററുമായിട്ട് ഒരു കണക്ഷൻ വന്നത് മാത്രം പറയാണ്. യൂറിൻ 4.6 തൊട്ട് 8 വരെയല്ലേ? ആൻഡ് ദ ബൈൽ എത്രയാ? pH of ബൈൽ 7.6 തൊട്ട് 8.6 അല്ലേ? ആൻഡ് സെമൻ 7.2 തൊട്ട് 7.6 അല്ലേ? സെമൻ പാങ്ക്രിയാറ്റിക് ജ്യൂസ് ആണെങ്കിൽ 7.1 തൊട്ട് 8.2 വരെയാണ്. ആംനോട്ടിക് ഫ്ലൂയിഡ് ആണെങ്കിൽ എത്രയുടെ? ആംനോട്ടിക് ഫ്ലൂയിഡ് 7.1 തൊട്ട് 7.5. ഇതെല്ലാം തന്ന നോട്ടിനകത്ത് കൊണ്ടുപോടെ ആദ്യം വായിച്ചത്. JPC എടുത്തുന്ന pH of secretion യൂട്യൂബിനകത്തുണ്ട്. വായിച്ചു അല്ലെങ്കിൽ വായിച്ചു ചോദിക്കാറുണ്ടോ? എല്ലാവരും വായിച്ചില്ലേ? ഓർമ്മയില്ലല്ലേ? പക്ഷെ അല്ലേ വായിച്ച് ഓർമ്മയില്ല. പക്ഷെ ഇത് ബ്ലഡ് ഓർമ്മയില്ലേ? കാരണം എന്താ? 7.35 to 4.5 തുടങ്ങി ഓർമ്മിക്കാൻ പറ്റും. 35-45 മറക്കില്ല. 35-45 ഞാൻ മറക്കില്ല. പക്ഷെ ഇതെല്ലാം മറക്കൂലേ? ഈ പറഞ്ഞവയെല്ലാം മറക്കും. ബ്ലഡ് മാത്രം ഓർമ്മിച്ചു പോകും, ബാക്കിയെല്ലാം മറക്കും. ബൈല് ചോദിച്ചാലും ഗ്യാസ്ട്രിക് ജ്യൂസ് ചോദിച്ചാലും സെമൻ ചോദിച്ചാലും യൂറിൻ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും മറക്കും. ബ്രസ്റ്റ് മിൽക്ക് പോലും ചോദിച്ചാൽ പോലും മറന്നു പോകും. ഇനി മറക്കോ? മറക്കോ? മറക്കൂടെ? 7.45 എന്ന് പറഞ്ഞാൽ ആൽക്കലോസ് ആണോ ആസിഡോസ് ആണോ? 7.45 ബ്ലഡ് 7.45 എന്ന് പറഞ്ഞാൽ ആസിഡോസ് ആണോ ആൽക്കലോസ് ആണോ? pH 7.45 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആസിഡോസ് ആൽക്കലോസ് ആണോ? ആൽക്കലോസ് അല്ലേ? pH 7.45 മുകളിലോട്ട് പോയാൽ ആൽക്കലോസ്. അതേ pH 7.35 താഴെ പോയത് വിളിക്കാം ആസിഡോസ് ആൽക്കലോസ് ആണ്. 7.35 താഴെ പോയി കഴിഞ്ഞാൽ ആസിഡോസ് അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി അറിയുന്ന കാര്യം, നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തത്? എങ്ങനെയാണ് ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തത്? എങ്ങനെയാ? എങ്ങനെയാ നമ്മൾ എങ്ങനെയാണ് ശബ്ദം ഉറക്കാൻ വയ്യ. പണ്ടൊക്കെയാണ് അപ്പുറത്തേക്ക് പണ്ടൊക്കെ സംസാരിക്കുമ്പോ അങ്ങ് അപ്പുറത്ത് 2 വീട് 2 വീട് 3 വീട് കേൾക്കുന്നത്. ഇപ്പം ഇന്ന് വയ്യ. എങ്ങനെയാണ് ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തത്? എങ്ങനെയാ?
നമ്മളെപ്പോഴും ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ കേൾക്കുമല്ലോ, വോയിസ് കേൾക്കാമല്ലോ. നമ്മളെപ്പോഴും ആസിഡ് ബേസ് ബാലൻസ് സിസ്റ്റമാണ്. നമ്മളെപ്പോഴും ആസിഡ് ബേസ് ബാലൻസ് പേര് ബഫർ സിസ്റ്റമാണ്. ചോദ്യം വരും, ആണോ? ചോദ്യം വരും. നമ്മളെപ്പോഴും ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണോ? ഇപ്പൊ നമ്മൾ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രമേയം എന്താ? ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രമേയം എന്താ? ബഫർ സിസ്റ്റമാണോ? ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രമേയം എന്താ? ബഫർ സിസ്റ്റമാണോ? ചോദ്യം വരും, ആണോ? ഒരു മിനിറ്റ് ക്യാമറക്ക് എന്തോ പറ്റി. ഒരു സെക്കൻഡേ. കാണാമോ? ഇപ്പോൾ കാണാമല്ലോ. എന്റെ കാലില് എന്റെ കാല് വെറുതെ ഇരിക്കത്തില്ല. ഞാൻ സംസാരിക്കുമ്പോ എന്റെ കാലടങ്ങും. സോ പറഞ്ഞേ, ആസിഡ് ബേസ് ബാലൻസ് ബഫറാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ മെയിൻറ്റെയിൻ ചെയ്ത ബഫർ സിസ്റ്റമാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ പി എച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ മെയിൻറ്റെയിൻ ചെയ്ത് ബഫർ സിസ്റ്റമാണോ? പി എച്ച് പറഞ്ഞുതരാം, ലങ്സ് കിട്ടി വരുന്നതാണ്. ആണോ? പി എച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ മെയിൻറ്റെയിൻ ചെയ്ത് ബഫർ സിസ്റ്റം ആണോ? പി എച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ മെയിൻറ്റെയിൻ ചെയ്തത് ബഫർ സിസ്റ്റം ആണോ? പി എച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ മെയിൻറ്റെയിൻ ചെയ്ത് ബഫർ സിസ്റ്റം ആണോ? ചോദ്യം വരും. പി എച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ മെയിൻറ്റെയിൻ ചെയ്ത് ബഫർ സിസ്റ്റം ആണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ആണോ? അപ്പോൾ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താ? ബഫർ സിസ്റ്റം അല്ലേ? ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പറയുന്ന പേര് ബഫർ സിസ്റ്റം അല്ലേ? ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പറയുന്ന പേര് ബഫർ സിസ്റ്റം എന്ന് മറക്കരുത്. ആസിഡിന്റെയും ബേസിന്റെയും ബാലൻസ് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താ? ബഫർ സിസ്റ്റം എന്ന് വിളിക്കാം. ഇനിയാണ് അറിയേണ്ടത് എന്താണ് ബഫർ. എന്താണ് ബഫർ എന്ന് പറയുന്നത്? ബഫർ, വാട്ട് ഇസ് ബഫർ? എന്താ ബഫർ എന്ന് പറയുന്നത്? ഒരു സൊല്യൂഷൻ എപ്പോഴും എന്തായിരിക്കും? ഒരു വീക്ക് ആസിഡിനെയും ഒരു വീക്ക് ബേസിനെയും ക്യാരി സൊല്യൂഷൻ ആണോ? ഒരു സൊല്യൂഷൻ എപ്പോഴും ഒരു വീക്ക് ആസിഡിനെയും ഒരു വീക്ക് ബേസിനെയും ക്യാരി ചെയ്ത സൊല്യൂഷൻ ആണോ ബഫർ എന്ന് പറയുന്നതാണോ? ഒരു വീക്ക് ആസിഡിനെ, ഒരു വീക്ക് ആയിട്ടുള്ള ആസിഡിനെയും ഒരു വീക്ക് ആയിട്ടുള്ള ബേസിനെയും മാത്രമേ ഉള്ളൂ. രണ്ടും മാത്രമേ ഉള്ളൂ. ഒരു വീക്ക് ആസിഡും ഒരു വീക്ക് ബേസും മാത്രമേ ബഫറിലുള്ളൂ. സാൾട്ട് ഉണ്ടോ? സാൾട്ട് ഉണ്ടോ? അപ്പോ ഒരു വീക്ക് ആസിഡ് ഉണ്ട്, ഒരു വീക്ക് ബേസും. അതുപോലെ സാൾട്ട് എന്ന് പറയുമ്പോൾ സോഡിയം ബൈകാർബണേറ്റ് പോലുള്ള സാൾട്ടിലെ സോഡിയം ബൈകാർബണേറ്റ് പോലുള്ള സാൾട്ടുകളും വരാറില്ലേ അല്ലെ? അപ്പൊ ഇത് ഒരു മറക്കരുതേ, ഒരു ബഫർ എന്ന് പറയുമ്പോൾ ഒരു വീക്ക് ആസിഡ് ഉണ്ട്, ഒരു വീക്ക് ബേസ് ഉണ്ട്, അതുപോലെ സാൾട്ടും ഉണ്ട്. സോഡിയം ബൈകാർബണേറ്റ് പോലുള്ള സാൾട്ടും എപ്പോഴും ബഫറിൽ വരാറുണ്ട്. ഈ മൂന്ന് സാധനം ചേർന്ന് എപ്പോഴും നമ്മൾ ബഫർ എന്ന് വിളിക്കും. ശരിയല്ലേ? ഇത് മൂന്നും ചേരുമ്പോ എപ്പോഴും നമ്മൾ ബ്ലഡിന്റെ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു വീക്ക് ആസിഡ് വേണം, ഒരു വീക്ക് എന്തുവാടെ ബേസ് വേണം, ഇനി ഒരു സാൾട്ടും ഉണ്ടെങ്കിൽ എപ്പോഴും അത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലഡിന്റെ ഈ പറഞ്ഞ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ നിങ്ങൾ ചോദ്യമുണ്ട്, ആരോ ചോദിച്ചു ബഫർ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാണ്?
എല്ലാ എക്സാമിനും ചോദിക്കും. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസ് എന്ന ചോദ്യം ഏതെങ്കിലും എക്സാം പറഞ്ഞിട്ടുണ്ടോ? ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരെങ്കിലും ആരെങ്കിലും ഇപ്പൊ നമ്മുടെ ബോഡിയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരെന്ന് ചോദ്യം കണ്ടിട്ടുണ്ടോ? പറഞ്ഞേ, ആരാ 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 പറഞ്ഞേ പറഞ്ഞേ, ആരാ ആരാ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ ബോഡിയുടെ? ആരാ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? ഞാനൊക്കെ ഈ മെസ്സേജ് ഉണ്ടായിരുന്നു. JPC വേണ്ടി 2 മാസം മുമ്പേ ക്ലാസ് കിട്ടിയെങ്കിൽ ഞാൻ പാസ്സായാണ്. എനിക്ക് ഒരു മെസ്സേജ്, ഞാൻ 2 മാസം ഞാൻ പാസ്സായാണ്. ഞാൻ പറയുന്നു ഇപ്പൊ സമയമുണ്ട്. ലാസ്റ്റ് മാസം 2 മാസം മുമ്പേ സമയം കിട്ടി പറയാൻ പറ്റുമോ? പറ്റുമോ? അന്ന് പഠിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു തന്നെ. എല്ലാ നോട്ടും കിട്ടും. പറ്റുമോ? പറയാൻ പറ്റുമോ? ലാസ്റ്റ് നിമിഷത്തിൽ അന്ന് പഠിച്ചിരുന്നെങ്കിൽ വിജയിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? എപ്പോഴും തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ജയിച്ചായിരുന്നു. അന്ന് 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 പാസ്റ്റ് ഉണ്ടോ? ഞാൻ അന്ന് പഠിച്ചതെങ്കിൽ വിജയിക്കുമായിരുന്നു. ഏതെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻ കണ്ടപ്പോ ശരി തോന്നിയോടെ? ക്വസ്റ്റ്യൻ കണ്ടപ്പോ ശരിക്കും വിഷമം വന്നല്ലോ. അന്ന് പഠിച്ചതെങ്കിൽ വിജയിക്കാമായിരുന്നു. ഇതേ സംഭവം DMക്ക് സംഭവിക്കണം. ഇതേ സംഭവം DMക്ക് ഞാൻ അന്ന് സാറ് പറഞ്ഞിട്ട് പഠിച്ചതെങ്കിൽ പഠിച്ചാൽ മതിയായിരുന്നു. കാരണം അന്ന് എന്താണ് ഇന്ന് അന്നെന്ന് പറയുമ്പോ ഇന്ന് DM എക്സാം 2 മാസം കഴിയട്ടെ. അപ്പൊ ആലോചിക്കും, അന്ന് പഠിച്ചതെങ്കിൽ. ഞാൻ ഫ്യൂച്ചർ പറയുന്നു, അത് പ്രസന്റ് പറയുന്നു, പാസ്റ്റ് പറയുന്നു. ഫ്യൂച്ചറും പ്രസന്റ് പാസ്റ്റ് മിക്സ് ചെയ്ത് പറയുന്നു. അന്ന് പഠിച്ചിരുന്നെങ്കിൽ, ഇന്ന് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ പാസ്സാവുകയുള്ളൂ. അത് വേണോ? അന്ന് ആലോചിക്കും. ഈ വീഡിയോ അന്ന് നോക്കുക. അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ പാസ്സാകുമായിരുന്നു. മറക്കരുത്. ഞാൻ അന്ന് പറഞ്ഞ കാര്യം തന്നെ ഇന്നും പറയുന്നു. അന്ന് പഠിച്ചിരുന്നെങ്കിൽ. കാരണം എന്റെ മുമ്പിൽ ഒരു വാക്ക് വന്നു, ദ ഫ്രണ്ട് ലൈൻ മെക്കാനിസം, PHന്റെ റെഗുലേഷൻ മെക്കാനിസം പഠിക്കുമ്പോൾ ബഫേഴ്സിന്റെ ഫസ്റ്റ് ലെവൽ ഡിഫറൻസ് ആരെന്ന് ആരടിക്കും? ആരാ 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 പഠിക്കണ്ടേ? സോ പഠിക്കാം. ദ മെക്കാനിക്സ് ഓഫ് ദ റെഗുലേഷൻ PH പഠിക്കുമ്പോൾ ഫസ്റ്റ് കാര്യം, PH മെയിൻറ്റെയിൻ ആരാ? PHനെ റെഗുലേറ്റ് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്തതിനും മെക്കാനിസം എത്രയുണ്ട്? 3 എപ്പോഴും നമ്മുടെ ബോഡിക്കകത്ത് PHനെ അത് മെയിൻറ്റെയിൻ ചെയ്തതിനെയും റെഗുലേറ്റ് ചെയ്ത മെക്കാനിസം ഏതാ? ബഫറാണോടെ ആണോ? അല്ലേ? ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? ഇത് ബഫർ അല്ലേ? ആണോ? പറഞ്ഞേ ആണോ? എസ് പറഞ്ഞോ? ഇനി ചോദിക്കും, ഇതിനകത്ത് തന്നെ വീണ്ടും വരുന്നുണ്ട്. മെക്കാനിക്സ് ഓഫ് PH റെഗുലേഷനകത്ത് വരുന്നുണ്ട്. PH മെയിൻറ്റെയിൻ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്ത മെക്കാനിക്സ് ഏതൊക്കെയാണ്? നമ്മുടെ ബോഡിക്കകത്ത് ഈ പറഞ്ഞ PH മെയിൻറ്റെയിൻ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്ത മെക്കാനിക്സ് എത്രയുണ്ട്? പണ്ട് എപ്പോഴും പഠിക്കാറുണ്ട്. ഫസ്റ്റ് ലൈൻ ഓഫ് മെക്കാനിസം, സെക്കൻഡ് ലൈൻ ഓഫ് മെക്കാനിസം കേട്ടിട്ടുണ്ടെങ്കിലും, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും, ഏതെങ്കിലും ചോദിക്കപ്പെടുന്നത് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്നോ ഫസ്റ്റ് ലൈൻ ഓഫ് മെക്കാനിസം എന്നോ ഏതോ ഒരു എക്സാം കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്നോ ഫ്രണ്ട് ലൈൻ ഓഫ് ഡിഫൻസ് എന്നോ, ഫസ്റ്റ് എന്നോ ഫ്രണ്ട് എന്നോ, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്നോ ഓർ ഫ്രണ്ട് എന്നോ? ഫ്രണ്ട് ആ ഫ്രണ്ട് അല്ലേ? ഈ ഫ്രണ്ട് അല്ല, ആ ഫ്രണ്ട്. FRONT. 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 FRONT.
സൗണ്ട് കേൾക്കാമല്ലോ. ഇത് ബ്ലഡിന്റെ pH ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. ആദ്യം വരുന്ന ബ്ലഡിന്റെ pH ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഫസ്റ്റ് വരുന്ന മെക്കാനിസം ഏതാ? ഫ്രണ്ട് ലൈൻ ആണോ? ഏതായിരിക്കും? ഏത് മെക്കാനിസമാണ് ബ്ലഡിന്റെ pH ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഫസ്റ്റ് വരുന്ന മെക്കാനിസം ഏതാ? ഫ്രണ്ട് ലൈൻ മെക്കാനിസമാണ്. മറക്കരുത്, ബ്ലഡിന്റെ pH ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഫസ്റ്റ് വരുന്ന മെക്കാനിസം ഏതാ? ഫ്രണ്ട് ലൈൻ മെക്കാനിസം അല്ലേ? ഫ്രണ്ട് ലൈൻ മെക്കാനിസം അല്ലേ? ബ്ലഡിന്റെ pH ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഫസ്റ്റ് വരുന്ന മെക്കാനിസം ഏതാ? ഫ്രണ്ട് ലൈൻ മെക്കാനിസം ആണ്. ഇതുവരെ ക്ലിയർ ആയി? പഠിക്കാത്ത കാര്യമാണ്. കിട്ടിയോ? പഠിച്ചിട്ടില്ല. കിട്ടിയല്ലോ. ശരിക്കും പറഞ്ഞ ബ്ലഡിനകത്തുള്ള കെമിക്കൽസ് ഇല്ലേ, നമ്മുടെ ബോഡിക്കകത്ത് ബ്ലഡിനകത്തുള്ള കെമിക്കൽസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത മെക്കാനിസം അല്ലേ ഇത് ഫ്രണ്ട് ലൈൻ? നമ്മുടെ ബോഡിക്കകത്ത് ബ്ലഡിനകത്ത് കുറെ കെമിക്കൽസ് ഉണ്ട്, കുറെ കെമിക്കൽസ് എല്ലാം ഉണ്ട്. അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യല്ലേ ഫ്രണ്ട് ലൈൻ മെക്കാനിസം. ശരിയല്ലേ? ആണോ? അറിയാമോ? ആണോ? എങ്കിൽ ഫ്രണ്ട് ലൈൻ മെക്കാനിക്സിൽ ഏറ്റവും ആദ്യം വർക്ക് ചെയ്താരാ? ഫ്രണ്ട് ലൈൻ മെക്കാനിക്സിൽ ഏറ്റവും ആദ്യം വർക്ക് ചെയ്യുന്ന കുറച്ച് ടൈപ്പ് ഉണ്ട്. ചോദ്യം വരും കേട്ടോ, ഇവിടെ ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. ഫ്രണ്ട് ലൈൻ മെക്കാനിക്സിൽ ഏറ്റവും ആദ്യം വർക്ക് ചെയ്യുന്ന ആരാ ചോദ്യം വന്നതിൽ ബ്ലഡിനകത്തുള്ള ബഫർ അല്ലേ? ഫ്രണ്ട് ലൈൻ മെക്കാനിക്സിനകത്ത് ബ്ലഡിനകത്ത് ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന കാര്യം ഈ പറഞ്ഞ ബഫർ അല്ലേ? ഫ്രണ്ട് ലൈൻ മെക്കാനിക്സിനകത്ത് ബ്ലഡിനകത്ത് ആദ്യം കെമിക്കൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും pH ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആദ്യം വർക്ക് ചെയ്താരാ? ബ്ലഡിനകത്തുള്ള pH ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വർക്ക് ചെയ്താരാ? ബഫർ അല്ലേ? pH ചെറിയൊരു വ്യത്യാസം കഴിഞ്ഞാൽ pH-നകത്ത് ചെറിയൊരു വ്യത്യാസം വന്നാൽ ബോഡി ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്താരാ? ബഫർ വെച്ചിട്ടല്ലേ? ശരിയല്ലേ? ബോഡിക്കകത്തുള്ള pH ചെറിയൊരു വ്യത്യാസം വരുന്നു, ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും ബോഡി ഫസ്റ്റ് റെസ്പോണ്ട് ബഫർ അല്ലേ? അല്ലാതെ കുഫർ സെൽസ് അല്ലല്ലോ. കുഫർ സെൽസ് അല്ലോ ഓപ്ഷനകത്ത് ഉണ്ടായിരിക്കും. കുഫർ സെൽസ് അറിയാം, എല്ലാവർക്കും അറിയാമെങ്കിൽ കുഫർ സെൽസ് അറിയാമെങ്കിൽ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കുഫർ സെൽസ് അല്ലേ? കണ്ടോ? ചോദ്യം കണ്ടോ? ചോദ്യം കണ്ടുണ്ടോ? കുഫർ സെൽസ് കുഫർ സെൽസ് കണ്ടോ? കുഫർ സെൽസ് ഉണ്ടോ? ആരും കണ്ടോ? കുഫർ സെൽസ് ഉണ്ടോ? എവിടെയെങ്കിലും കുഫർ സെൽസ് ഒന്നും എവിടെയെങ്കിലും ഉണ്ടോ? ചോദ്യം വരുമ്പോ ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും അതായിരിക്കും. ഇത് സമയത്താണ് അത് ലിവറിലാണോ ഇതുള്ളത്? ലിവറിലാണോ, കിഡ്നിയിലാണോ, പാങ്ക്രിയസിലാണോ, ബ്ലഡിലാണോ? എവിടെയുള്ളത് കുഫർ സെൽസ്? എവിടെയുള്ളത്? ലിവർ. ഇവിടെ ബ്ലഡിനകത്ത് pH-ൽ ചെറിയ വ്യത്യാസം വന്നാൽ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന ആരാ? ഇവിടെ നമ്മുടെ ബ്ലഡിനകത്ത് pH-ൽ വ്യത്യാസം വന്നാൽ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന ആരാ? ബഫർ സിസ്റ്റമാണ്. മറക്കരുത്, ചോദ്യം വന്നാൽ എഴുതണം. സോ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് ആദ്യം വർക്ക് ചെയ്യുന്ന ആരാ? ചോദ്യം വരും. ബ്ലഡിനകത്ത് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് വർക്ക് ചെയ്താരാ? ബഫറാണ്. കാരണം ഇത് പഠിക്കാത്ത വാക്കായത് കൊണ്ട് തന്നെ ആരുടെയും മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരില്ല. പഠിക്കണം. ഇത് ബഫറാണ് എപ്പോഴും ബ്ലഡിന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് വർക്ക് ചെയ്ത്. കിട്ടിയോ? എത്ര കിട്ടിയോ? സോ ബഫറിനകത്ത് the builder ഫസ്റ്റ് പറയാൻ പോകുന്നത് ബൈകാർബണേറ്റ് ബഫർ സിസ്റ്റം. ബൈകാർബണേറ്റ് ബഫറിനകത്ത് ഫസ്റ്റ് പറയാൻ പോകുന്ന കാര്യമാണ് ബൈകാർബണേറ്റ് ബഫർ സിസ്റ്റം. എന്തായിരിക്കും ബഫർ എന്ന ബിൽഡിനകത്ത് ഫസ്റ്റ് പറയാൻ പോകുന്ന കാര്യം ബഫർ ബൈകാർബണേറ്റ് സിസ്റ്റം എന്തായിരിക്കും?
ബൈകാർബൺ എന്തായിരിക്കും? ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇതൊക്കെ? ഇല്ലല്ലോ. ഇല്ല. പഠിക്കണോ അതൊക്കെ? ഇതൊക്കെ പഠിക്കണോ? DMA പഠിക്കണോ? DMA എക്സാം അത് പഠിക്കുന്നതൊക്കെ ഇതെല്ലാം ഇത് JPS പഠിക്കുന്ന കാര്യം മനസ്സിലാവും. JPS എക്സാമിന് വേണ്ടി പഠിപ്പിക്കാത്ത കാര്യം മനസ്സിലാവും. ഇതെല്ലാം JPS വേണ്ടി പഠിപ്പിക്കാത്ത റീസൺ മനസ്സിലായിരുന്നു. ആർക്ക് മനസ്സിലായി? ചോദിക്കില്ല ഇതൊന്നും. ഇത് ടഫായിട്ട് പോകാറുണ്ടോ? പോയില്ല. അതുകൊണ്ടാണ് ഇത് JPS ഇതൊന്നും ഞാൻ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇത് DMAക്ക് വേണ്ടി ചോദിക്കും കേട്ടോ. DMAക്ക് വേണ്ടി ഉറപ്പായിട്ട് ഇതൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞല്ലേ 40, 50 ഇനി വരുന്ന എക്സാമിന് കട്ട് ഓഫ് എടുത്തുള്ളൂ. ഉറപ്പായിട്ടും പറയാണ്. ഞാൻ പറഞ്ഞാൽ വേറെ മാറ്റമില്ല. സോ എന്താണ് ബൈകാർബൺ ബഫർ എന്തായിരിക്കും? ബൈകാർബൺ ബഫർ സിസ്റ്റം എന്ന് പറയുന്നതായിരിക്കും. എന്താണ് ബൈകാർബൺ ബഫർ സിസ്റ്റം? സിമ്പിൾ ആണ്. എല്ലാവരും ഏതാണെന്നറിയാം. ബാലൻസ് ബിറ്റ്വീൻ ഇതിന്റെയൊക്കെ എവിടെ കാർബോണിക് ആസിഡ് ഉണ്ടെങ്കിലും എവിടെയും കാർബോണിക് ആസിഡിന്റെയും ബൈകാർബണേറ്റിന്റെയും അത് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഏതെങ്കിലും ഒന്ന് കൂടിയാൽ സംഭവിക്കും. പറഞ്ഞേ ബ്ലഡിനകത്ത് കാർബോണിക് ആസിഡിന്റെയും അത് വാട്ടർ ഉണ്ടോ? ബ്ലഡിൽ വാട്ടർ ഉണ്ടോ? വാട്ടർ ഉണ്ടോ? ബ്ലഡിൽ വാട്ടർ ഉണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോ? ഉണ്ടോടെ? അത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ? ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ? ചോദിക്കട്ടെ, പറഞ്ഞു. സിമ്പിൾ കാര്യം. ഉണ്ടോ? ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ടല്ലേ? ഈ രണ്ട് സാധനം എപ്പോഴും സംഭവമല്ലേ? ബ്ലഡിനകത്ത് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എപ്പോഴും ഉള്ളല്ലേ? ഈ രണ്ടും ചേർന്ന് എന്ത് വിളിക്കാം? വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് എന്ത് വിളിക്കാം? കാർബോണിക് ഓക്സൈഡ് കൂടെ H2CO3 കൂടെ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്ന് വിളിക്കാം. വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് എന്ത് വിളിക്കാം? കാർബോണിക് ആസിഡ് അല്ലേ? വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും മിക്സ് ആയി കഴിഞ്ഞാൽ കാർബോണിക് ആസിഡ് ആയിക്കൂടെ? അതുപോലെ തന്നെ ബൈകാർബണേറ്റ് അയോൺസും അതുപോലെ തന്നെ ഹൈഡ്രജൻ അയോൺസ് ആയിക്കോട്ടെ. പതിയെ ബൈകാർബണേറ്റും ഹൈഡ്രജൻ പ്ലസ് അയോൺസുമായി മാറാം. ഏതെങ്കിലും ഒരു മാറ്റം സംഭവിക്കും. ഏതെങ്കിലും ഒന്നിന് മാറ്റം വന്നാൽ എന്തെങ്കിലും സംഭവിക്കും. ഇവയുടെ ബാലൻസിന് ഏതെങ്കിലും ഒന്നിന് മാറ്റം വന്നാൽ എന്തെങ്കിലും സംഭവിക്കും. പറഞ്ഞു. നമ്മുടെ ബോഡി ഇത് pH വ്യത്യാസം വന്നു കഴിഞ്ഞാൽ pH ചെയ്തു വന്നു കഴിഞ്ഞാൽ ബൈകാർബണേറ്റ് കുറഞ്ഞാൽ അത് പതിയെ ആടി കൊടുത്ത പോലെ. ബൈകാർബണേറ്റ് കുറഞ്ഞാൽ അത് ബൈകാർബണേറ്റ് ആടി കൊടുത്ത പോലെ. ഇവിടെ ചോദ്യമുണ്ട്. ബൈകാർബണേറ്റ് കൂടിയിരുന്നാൽ ആൽക്കലോസ് ആണോ അസിഡോസ് ആണോ? കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. ബോഡിയിൽ ബൈകാർബണേറ്റ് കൂടിയാൽ ആൽക്കലോസ് ആണോ അസിഡോസ് ആണോ? ഏതായിരിക്കും? കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. ബൈകാർബണേറ്റ് കൂടിയാൽ ആൽക്കലോസ് ആണോ? ആസിഡോസ് ആണോ? ആൽക്കലോസിസ്. ബോഡിയിൽ ബൈകാർബണേറ്റ് കൂടിയാൽ ആൽക്കലോസ് അല്ലേ? എല്ലാവരും പഠിക്കാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും പഠിക്കാനല്ലേ?
അറിഞ്ഞൂടാത്ത കാര്യം പഠിക്കാൻ വന്നെല്ലാരും. അറിഞ്ഞൂടാത്ത കാര്യം പഠിക്കാൻ വന്നവരല്ലേ? ശരിയല്ലേ? ആദ്യമേ ഇത്രയും ടഫാണ് പഠിക്കാൻ കാരണം അറിഞ്ഞൂടാത്ത പഠിക്കണ്ടേ. അല്ല നിങ്ങൾ സിമ്പിളായിട്ട് പഠിപ്പിച്ച് ഇതേ ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ആദ്യമേ ടഫായിട്ടേ പോകുന്നുള്ളൂ. കിട്ടിയോ? സോ ദ ബൈകാർബണേറ്റ് ബോഡി കൂടി എന്ന് കഴിഞ്ഞാൽ ആൽക്കലോസ് മാത്രമാണ്. ബോഡിക്കകത്ത് ദ ബൈകാർബണേറ്റ് കൂടി എന്നാൽ ആൽക്കലോസ് മാത്രമാണ്. എവിടെയെങ്കിലും ഇത് കോമ്പൻസേഷൻ ആക്കിയിട്ടുണ്ട്. കോമ്പൻസേറ്ററി മെക്കാനിസം എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന വാക്കാണ്. ദ കോമ്പൻസേറ്ററി മെക്കാനിസം. നമ്മൾ ഇത് ബൈക്കാർബണേറ്റ് മാത്രം പഠിച്ചുകൊണ്ടോ? എക്സാമിന് ചോദിക്കുന്ന വാക്കാണ് കോമ്പൻസേറ്ററി മെക്കാനിസം. കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട് പറഞ്ഞേ. കോമ്പൻസേറ്ററി മെക്കാനിസം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. സോ ദ ഫ്രണ്ട് ലൈൻ ഓഫ് മെക്കാനിസം ഫസ്റ്റ് വരുന്നവരാ? ദ ബ്ലഡിന്റെ ഫ്രണ്ട് ലൈൻ ഓഫ് മെക്കാനിസം ഫസ്റ്റ് വരുന്നവരാ? ദ കുഫർ സെൽസ് ആണോ ഓർ ദ ബഫർ ആണോ? ദ ബ്ലഡിന്റെ ഫ്രണ്ട് ലൈൻ ഓഫ് മെക്കാനിസം വരുന്ന ആളുടെ പേര് കുഫർ സെല്ലാണോ ബഫർ ആണോ? ബഫർ സിസ്റ്റം. ബഫേഴ്സ് മറക്കരുത്. ദ ബ്ലഡിന്റെ ഫ്രണ്ട് ലൈൻ ഓഫ് മെക്കാനിസം എപ്പോഴും ബഫർ സിസ്റ്റമാണ്. ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായി? ആൻസർ പറയും, കേക്കട്ടെ. മനസ്സിലായോ? ആ, മനസ്സിലായല്ലോ. ഇതൊക്കെ അവിടെ പഠിച്ചു തുടങ്ങി. ഇതൊക്കെ പണ്ട് കോളേജിൽ പഠിച്ച ശേഷം പഠിച്ചു തുടങ്ങില്ലേ? പണ്ട് കോളേജിൽ പഠിച്ച ശേഷം എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ആരും പഠിപ്പിക്കാത്ത കാരണം എന്നറിയാമോ? ചോദിക്കില്ല എന്ന് വിശ്വാസമല്ലേ? പക്ഷെ ഇനിയുള്ള കാലം ചോദിക്കും. ഇനിയുള്ള എക്സാംസിന് ചോദിക്കും. സോ നമ്മളിത് ഫ്രണ്ട് ലൈൻ ഓഫ് മെക്കാനിസമായിട്ട് ആരെ പറഞ്ഞത്? എപ്പോഴും ദ ഫ്രണ്ട് ലൈൻ ഓഫ് മെക്കാനിസമായിട്ട് പറഞ്ഞാൽ പേരെന്താ? ഫസ്റ്റ് പഠിച്ച കാര്യം ദ ഫ്രണ്ട് ലൈൻ ഓഫ് മെക്കാനിസമായിട്ട് പറഞ്ഞാൽ പേരെന്താ? ദ ഫ്രണ്ട് ലൈൻ ഓഫ് മെക്കാനിസമായിട്ട് ബഫർ അല്ലേ? ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ബഫർ. ഉത്തരം പറയണേ. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ ഓഫ് ഡിഫറൻസ് എന്ന് പറയാനാ? ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ ഓഫ് ഡിഫറൻസ് പറയാനാ? ബഫറിനല്ലേ? ഈ എക്സാമിൽ വീണ്ടും ചോദിക്കും സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? റെസ്പിറേറ്ററി ബഫർ ആണ്. ബോഡിയുടെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫറൻസ് അല്ലെങ്കിൽ സെക്കൻഡ് ലൈൻ ഓഫ് മെക്കാനിസം ചോദിച്ചാരാ? റെസ്പിറേറ്ററി ആണ്. അപ്പൊ വീണ്ടും ചോദ്യമാണ് ഫസ്റ്റ് ലൈൻ ഓഫ് മെക്കാനിസം ആരാ? ബഫർ സിസ്റ്റം. സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? റെസ്പിറേറ്ററി. തെറ്റിപ്പോവും, ഓർമ്മിക്കില്ല. സെക്കൻഡ് ലൈൻ കേൾക്കുമ്പോൾ ഒരിക്കലും റെസ്പിറേറ്ററി ഓർമ്മ. സെക്കൻഡ് ലൈൻ കേൾക്കുമ്പോൾ എപ്പോഴും ഇല്ല. റെസ്പിറേറ്ററി വാക്ക് ഓർമ്മയില്ല, അറിയില്ല. സെക്കൻഡ് ലൈൻ ഓഫ് മെക്കാനിസം എപ്പോഴും റെസ്പിറേറ്ററി ആണ്. എപ്പോഴും സെക്കൻഡ് ലൈൻ ഓഫ് മെക്കാനിസം എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ ആരാ? ബഫർ സിസ്റ്റം എപ്പോഴും ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസ് ആണ്. കാരണം ഫസ്റ്റ് ലൈൻ ചോദിച്ചാൽ ആലോചിക്കും, റെസ്പിറേറ്ററി സെക്കൻഡ് ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ ബഫർ ആകും. ബഫർ ഒരു ഓർഗൻ ആണോ? ഉണ്ടോ? അവിടെ ഉണ്ടോ? ആലോചിക്കില്ലേ? ശരിയല്ലേ? എവിടെ ബഫർ കേട്ടു? ബഫർ ആലോചിക്കില്ലേ? ബഫറോ? ഓർമ്മയില്ല. റെസ്പിറേറ്ററി ബഫറായിട്ട് ആക്ട് ചെയ്താറ് സെക്കൻഡ് ലൈൻ ഓഫ് മെക്കാനിസത്തിൽ റെസ്പിറേറ്ററി ബഫറായിട്ട് ആക്ട് ചെയ്യുന്ന ഓർഗന്റെ പേരെന്താ? പറഞ്ഞ ആരാ? സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫറൻസിൽ ബഫറായിട്ട് വർക്ക് ചെയ്താരാ? ലങ്സ് അല്ലേ?
ലങ്സ് അല്ലേ? റെസ്പിറേറ്ററി ബഫറിൽ ലങ്സ് അല്ലേ ബഫറായിട്ട് ആക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നല്ലേ? ശരിയല്ലേ? ലങ്സ് അല്ലേ? റെസ്പിറേറ്ററി ബഫറിൽ ലങ്സ് അല്ലേ എപ്പോഴും ബഫർ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നത്? ചോദിക്കും, സെക്കൻഡ് ലെയർ ഡിഫൻസിൽ റെസ്പിറേറ്ററി ബഫറിൽ ആരാണ് വർക്ക് ചെയ്തത്? ലങ്സ് ആസസ് അല്ലേ? ലങ്സ് ആസസിൽ എപ്പോഴും സെക്കൻഡ് ലെയർ ഓഫ് ഡിഫൻസിൽ എപ്പോഴും റെസ്പിറേറ്ററി ബഫർ വർക്ക് ചെയ്ത ലങ്സ് ആണ് എപ്പോഴും വർക്ക് ചെയ്തത്. സിംപ്ലി ലങ്സ് എന്ത് ചെയ്യുന്നത്? സിംപ്ലി ലങ്സ് എന്ത് ചെയ്യുന്നത്? ലങ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ലങ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അറിയാം, അറിയാം, ഞാൻ പറയുന്നത് അറിയാം, നിങ്ങൾക്കറിയാം, എന്തോ ഒന്നറിയത്. ലങ്സിന് ഈ പറഞ്ഞ കാർബോണിക് ആസിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ലങ്സിന് കാർബോണിക് ആസിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ലങ്സിന് കാർബോണിക് ആസിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻറ്റെയിൻ പറ്റൂടെ ലങ്സിന്? ലങ്സിന് കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? എസ് എങ്കിൽ എസ് പറയുക. ലങ്സിന് റെസ്പിറേറ്ററി ബഫറിൽ കാർബൺ ഡൈ ഓക്സൈഡ് പറ്റൂടെ? പറ്റും. പറ്റില്ലേ? ലങ്സിന് കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെ പറ്റും? എങ്ങനെയാണ് എപ്പോഴും ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ലങ്സ് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ശ്വസിക്കുന്ന റേറ്റ് കുറയ്ക്കും. റെസ്പിറേറ്ററി റേറ്റ് കൂട്ടുമോ കുറയ്ക്കുമോ? ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഡെപ്തും റേറ്റും കുറയ്ക്കും. ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി റേറ്റ് കൂട്ടുമോ? റെസ്പിറേറ്റ് കുറയ്ക്കുമോ കൂട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലങ്സ് ഒന്ന് ആലോചിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇത്. ചിന്തിക്കണം. ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി റേറ്റും ഡെപ്തും ഓഫ് ദ റെസ്പിറേഷൻ കൂട്ടോ കുറയ്ക്കും? ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡ് മാനേജ്മെന്റ് റേറ്റും നോർമലി ആണെങ്കിൽ എവിടെ പോയാലും ഇത് ചറുപറ പറഞ്ഞുകൊണ്ടേ. ഞാൻ ചോദിക്കുകയാണ്, ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി റേറ്റും ഡെപ്തും കൂട്ടോ കുറയ്ക്കും? ഉത്തരം പറയില്ല. കാണാതെ പഠിക്കേണ്ടതല്ല. ഒരാൾ പറഞ്ഞു, ശാലിനി പറഞ്ഞു. നെക്സ്റ്റ് ശാലിനി പറഞ്ഞു. ശാലിനി അശോകൻ പറഞ്ഞു. നെക്സ്റ്റ് ലങ്സ് റെസ്പിറേഷൻ കൂട്ടോ ഡെപ്തും ബാക്കിയെല്ലാം കൂട്ട് കുറയ്ക്കും? കാർബൺ ഡയോക്സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൂട്ടോ കുറയ്ക്കും? റേറ്റ് കൂട്ടോ കുറയ്ക്കും? ആര്യ പറഞ്ഞു. അടുത്ത പറയണ സമയം തരാം. അവരോട് സമയം തരാം. കാരണം സമയമുണ്ട് ഞങ്ങൾക്ക്. ഈ സമയം പറയും. പറഞ്ഞു കാര്യം. ഇത് പറയുന്നുണ്ടേ. വേറെ പറയട്ടെ. ഇതുമായി ഒരു ബന്ധമില്ലെങ്കിൽ ഞാൻ വെറുതെ പറയട്ടെ. ഫൗണ്ടേഷൻ പറയട്ടെ. ആ കൂട്ടുമോ കുറയ്ക്കുമോ എന്ന് അവിടെ നിൽക്കട്ടെ. ഇത് പറയുന്നുണ്ട് വേറെ പറയട്ടെ. ഒരു കഥ പറയട്ടെ. ഇത് പറയുന്നത് ഒരു കഥ പറയട്ടെ. കഥ പറയട്ടെ. ചെറിയ സ്റ്റോറി പറയട്ടെ. കൂട്ടുമോ കുറയ്ക്കുമോ അടയ്ക്കട്ടെ. അടയ്ക്കട്ടെ. പണ്ട് ഫൗണ്ടേഷൻ പണ്ട് ഫൗണ്ടേഷനിൽ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് കുറെ ടേംസ് പഠിക്കാറില്ലേ? ഇതൊക്കെ പഠിക്കുന്ന മുമ്പേ തന്നെ ഫൗണ്ടേഷനകത്ത് കുറെ കാര്യം റെസ്പിറേഷൻ പഠിക്കാറില്ലേ?
അല്ലേ? റെസ്പിറേഷൻ കുറഞ്ഞ പേരെന്താ? റെസ്പിറേഷൻ കുറഞ്ഞ, ഉത്തരം പറയും, മുന്നേ പറഞ്ഞു. റെസ്പിറേഷൻ കുറഞ്ഞത് വിളിക്കാം. റെസ്പിറേഷൻ കുറയുന്നതിന് പേരെന്താ? റെസ്പിറേഷൻ കുറഞ്ഞ ബ്രാഡിക്ലിയ ആണോ? ബ്രാഡിക്ലിയ. ബ്രാഡിക്ലിയ ആണ്. റെസ്പിറേഷൻ കൂടിയത് വിളിക്കാം. റെസ്പിറേഷൻ കൂടിയാൽ ഇത് വിളിക്കാം ടക്കിക്ലിയ. ദ ഡിഫിക്കൽട്ടി ഇൻ ദ ബ്രീത്തിങ് പറഞ്ഞ പേരെന്താ? ദ ഡിഫിക്കൽട്ടി ഇൻ ദ ബ്രീത്തിങ് പറഞ്ഞ പേരെന്താ? ദ ഡിസ്നിയ. 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 ഡിസ്നിയ അല്ലേ? ഡിസ്നിയ. ഡിസ്നിയ. ഇനി നോർമൽ ദ ബ്രീത്തിങ് പറഞ്ഞ നോർമൽ, ശ്വസിക്കുന്നത് നോർമൽ ആണെങ്കിൽ യൂപ്നിയ. 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 അടുത്ത ചോദ്യം, പേഷ്യന്റ് ഒന്നുകിൽ സിറ്റിങ്ങിലോ സ്റ്റാൻഡിങ്ങിലോ മാത്രം റെസ്പിറേഷൻ ചെയ്യാൻ പറ്റുന്ന വിളിക്കാം. പേഷ്യന്റ് ഒന്നുകിൽ സിറ്റിങ്ങിലോ സ്റ്റാൻഡിങ്ങിലോ മാത്രം റെസ്പിറേഷൻ വിളിക്കാം. ഓർത്തോപ്നിയ. ഓർത്തോപ്നിയ. റെസ്പിറേഷൻ ആബ്സെന്റ് ആണെന്ന് വിളിക്കാം ഏപ്നിയ അല്ലേ? റെസ്പിറേഷൻ ആബ്സെന്റ് ആണെങ്കിൽ ഏപ്നിയ. ഇനി റെസ്പിറേഷൻ കാരണം, റെസ്പിറേഷൻ ഇല്ലാത്ത കാരണം ഒരു ബ്ലൂയിഷ് ഡിസ്കലേഷൻ എന്ന് വിളിക്കാം. ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോ സൗണ്ട് ഒക്കെ പറക്കും. കണക്ട് പറയണോ? കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇടയ്ക്ക് കുറെ ടേംസ് പറഞ്ഞു തരണോ? കണക്ട് ചെയ്ത് ഇടയ്ക്ക് ടേംസ് വേണോ? വേണം. വേണം. വേണമല്ലേ? വേണം. 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 കുടി താമസിച്ച് എന്താ കുടിയനെ? ഇനി വേറൊന്നുണ്ട്. ടിഷ്യൂൽ ഓക്സിജൻ കുറഞ്ഞത് വിളിക്കാം. ടിഷ്യൂലാണ് ഓക്സിജൻ കുറഞ്ഞാൽ എന്ത് വിളിക്കാം? ബോഡിയിലെ ടിഷ്യൂവിനകത്ത് ഓക്സിജൻ കുറഞ്ഞു വിളിക്കാം ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയ. പറയണേ, ചോദിക്കുവാണേ. ടിഷ്യൂ ഓക്സിജൻ ഹൈപ്പോക്സിയ. അതേ ഓക്സിജൻ ബ്ലഡിൽ കുറഞ്ഞാലോ? അതേ ഓക്സിജൻ ബ്ലഡിൽ കുറഞ്ഞാലോ? ഹൈപ്പോക്സീമിയ. ഹൈപ്പോക്സീമിയ. മിയ. മിയ. ഹൈപ്പോക്സീമിയ അല്ലേ? ഓക്സിജൻ ബ്ലഡിൽ കുറഞ്ഞാൽ, ഓക്സിജൻ ബ്ലഡിൽ കുറഞ്ഞാൽ ഹൈപ്പോക്സീമിയയും, ടിഷ്യൂ കുറഞ്ഞാൽ ഹൈപ്പോക്സിയയും. ഓക്സിജൻ സാച്ചുറേഷൻ ടിഷ്യൂ ആബ്സെന്റ് എന്ന് വിളിക്കാം. ഓക്സിജൻ സാച്ചുറേഷൻ ടിഷ്യൂ ആബ്സെന്റ് എന്ന് വിളിക്കാം അനോക്സിയ അല്ലേ? അനോക്സിയ അല്ലേ? ഓക്സിജൻ സാച്ചുറേഷൻ ടിഷ്യൂ ആബ്സെന്റ് ആയ അനോക്സിയ. അതേ ഓക്സിജൻ സാച്ചുറേഷൻ ബ്ലഡിൽ ആബ്സെന്റ് ആയാലോ? അനോക്സീമിയ. അനോക്സീമിയ. അനോക്സീമിയ അല്ലേ? അനോക്സീമിയ. അവിടെ കേട്ടിട്ടുണ്ടോ? ഒരു മ്യൂസിക്കൽ സൗണ്ട് ഉണ്ടെങ്കിലും കേരള PSC പ്രീവിയസ് ചോദ്യമാണ്. ഒരു മ്യൂസിക്കൽ സൗണ്ട് ഉള്ള വീസ ബ്രോങ്കിയൽ ആസ്മ കാരണം, ബ്രോങ്കിയൽ ആസ്മ കാരണം ഒരു മ്യൂസിക്കൽ സൗണ്ട് എന്ന് വിളിക്കാം വീസ്. വീസ്. വീസ് അല്ലേ? ഇനി ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ കാരണം സൗണ്ട് എന്ന് വിളിക്കാം. ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ കാരണം സൗണ്ട് മുതൽ സ്റ്റിഡർ. 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 സ്റ്റിഡർ അല്ലേ? അല്ലേ? സഫക്കേഷൻ ഓഫ് ബ്രീതിങ് എന്താ? സഫക്കേഷൻ ഓഫ് ബ്രീതിങ് എന്താ? ആസ്ഫക്സിയ. ആസ്ഫക്സിയ അല്ലേ? അല്ലേ? ആസ്ഫക്സിയ. റെസ്പിറേഷന്റെ റേറ്റ് കൂടുന്നു ആൻഡ് ഡെപ്ത് കൂടി വിളിക്കാം. റേറ്റും ആൻഡ് ഡെപ്തും കൂടിയത് വിളിക്കാം. റേറ്റും കൂടുന്നു ആൻഡ് ഡെപ്തും കൂടി. കേരള PSC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. കുസ്മോൾ റെസ്പിറേഷൻ ആണോ? റേറ്റ് കൂടുന്നു, അതുപോലെ തന്നെ ഡെപ്തും കൂടി വിളിക്കാം. കുസ്മോളാണോടെ? കുസ്മോളാണോടെ? ആണോടെ? ഒന്നുകൂടെ പറയേണ്ട ആവശ്യമുള്ളൂടെ? ഒന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ ഞാൻ പഠിപ്പിക്കുമ്പോ എല്ലാം കണക്ട് ചെയ്ത് പറയും. കണക്ട് കണ്ട് പറയും. ഇനി വേറൊന്നുണ്ട്. ഒരു നോർമൽ റെസ്പിറേഷൻ ഫോളോ ചെയ്തുകൊണ്ട് ആപ്നിയ വിളിക്കാം. നോർമൽ റെസ്പിറേഷൻ ഫോളോഡ് ബൈ ആപ്നിയ എന്താ? വിറ്റോർസ് റെസ്പിറേഷൻ ആണ്. നോർമൽ റെസ്പിറേഷൻ ഫോളോഡ് ബൈ ആപ്നിയ എന്താ?
നോർമൽ റെസ്പിറേഷൻ ഫോളോഡ് ബൈ ആപ്നിയ. നോർമൽ റെസ്പിറേഷൻ ഫോളോഡ് ബൈ ആപ്നിയ എന്താ? നോർമൽ ആയിരിക്കില്ല, ശരിയല്ലേ? റെസ്പിറേഷൻ നോർമൽ ആണ്, ഇല്ല, അനങ്ങുന്നില്ല, എന്താ ഇപ്പോൾ ഇല്ലേ? നോർമൽ ആണ്, പിന്നെ ഇല്ല, റെസ്പിറേഷൻ നിൽക്കാം. വിറ്റോഴ്സ് അല്ലേ? വിറ്റോഴ്സ് അല്ലേ? വിറ്റോഴ്സ് അല്ലേ? അല്ലേ? ഒരു വാക്കുകളുണ്ട്, ഒരു വാക്കുണ്ട്. റെസ്പിറേഷന്റെ ഇത് ഡെപ്ത് കൂടുന്നു, റെസ്പിറേഷന്റെ ഇത് ഡെപ്ത് കൂടുന്നു, പെട്ടെന്ന് ആബ്സെന്റ് എന്ന് വിളിക്കാം. റെസ്പിറേഷന്റെ ഇത് ഡെപ്ത് കൂടുന്നു, പെട്ടെന്ന് ആബ്സെന്റ് ആയത് വിളിക്കാം. ഹൈപ്പർ അപ്നിയ ഫോളോഡ് ബൈ ആപ്നിയ എന്താ? ഹൈപ്പർ അപ്നിയ ഫോളോഡ് ബൈ ആപ്നിയ എന്താ? ദ ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ ആണ്. ഡെപ്ത് കൂടുതലാണ്, ഹൈപ്പർ അപ്നിയാണ്, പതിയെ പതിയെ പെട്ടെന്ന് ആബ്സെന്റ് ആവുന്നു, ആപ്നിയ വന്ന് വിളിക്കാം, ചെയിൻ സ്ട്രോക്ക് ആണ്. പറയേണ്ട ആവശ്യമില്ലല്ലോ, പറയേണ്ട ആവശ്യമില്ല, അതല്ലേ? ശരിയല്ലേ? ഞാൻ അങ്ങനെ കേട്ടോ, ഞാൻ പലതും പറയും കേട്ടോ, ഇങ്ങനെ ഇടയ്ക്കിടയിൽ പറയും. ആവശ്യമില്ല, ഇങ്ങനെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആവശ്യമുണ്ടോ? ഉണ്ട്. റിവിഷൻ ചെയ്യാൻ പറ്റും, പലതും പഠിക്കാൻ പറ്റും. സോ the frontline mechanism ആരാ? frontline mechanism ആരാ? frontline mechanism ആരാ? ബഫർ. സോ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ആരാ? ഫ്രണ്ട് ലൈൻ കഴിഞ്ഞാൽ സെക്കൻഡ് ആയിരിക്കും റെസ്പിറേറ്ററി. ഫ്രണ്ട് ലൈൻ കഴിഞ്ഞാൽ സെക്കൻഡ് ആരാ? റെസ്പിറേറ്ററി. റെസ്പിറേറ്ററി അല്ലേ? റെസ്പിറേറ്ററി അല്ലേ? ഫ്രണ്ട് ലൈൻ കഴിഞ്ഞാൽ സെക്കൻഡറി ആരാ? സെക്കൻഡ് റെസ്പിറേറ്ററി ആണ്. റെസ്പിറേറ്ററി സിമ്പിൾ ആയിട്ട് ലങ്സ് അല്ലേ? ലങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കാർബോണിക് ആസിഡ്, ബ്ലഡിലെ കാർബോണിക് ആസിഡിന്റെ മേലെ ആരാ? CO2 അല്ലേ? CO2. കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബോണിക് ആസിഡ് പറയും CO2 അല്ലേ? കാർബോണിക് ആസിഡ് കേൾക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരണം, CO2 കാർബൺ ഡൈ ഓക്സൈഡ്, അത് വേണ്ടി തരാ. കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് CO2, കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടി തരാ. ലങ്സ് അല്ലേ? റേറ്റ് കൂട്ടിക്കൊണ്ട് ആൻഡ് ഡെപ്ത് ഓഫ് റെസ്പിറേഷൻ കൊടുത്തല്ലേ? റേറ്റും ആൻഡ് ഡെപ്ത് സൗണ്ട് ഉണ്ടോ? ഞാൻ ഉണ്ടോ കേട്ടോ, പോയിട്ടില്ല. യെസ്. ഇനി നമ്മുടെ ഇന്നത്തെ റെസ്റ്റ് സെന്റർ എവിടെ? റെസ്പിറേഷൻ സെന്റർ എവിടെ? റെസ്പിറേഷൻ സെന്റർ എവിടെ? സെറിബ്രം ആണോ, സെറിബെല്ലം ആണോ, അത് ബ്രെയിൻ സ്റ്റെം ആണോ? എവിടെ റെസ്പിറേഷൻ സെന്റർ എവിടെ? റെസ്പിറേറ്ററി സെന്റർ. സൗണ്ട് പോയിരിക്കുകയാണ്, കേൾക്കുക. സെന്റർ എവിടെ? റെസ്പിറേറ്ററി സെന്റർ എവിടെയാ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ ആരായിരിക്കും? സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം, മെഡുല ഒബ്ലാങ്കറ്റ്. ആരാ? മെഡുല ഒബ്ലാങ്കറ്റ് ആരായിരിക്കും ഇവിടെ? ആയിരിക്കും ഒന്നുകിൽ ഈ പറഞ്ഞ ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഹൈപ്പോ വെന്റിലേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഈ പറഞ്ഞ കാർബോണിക് ആസിഡ് മെയിൻ തരാം. ഒന്നുകിൽ ഹൈപ്പർ വെന്റിലേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടായിക്കൊണ്ട് കാർബോണിക് ആസിഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെസ്പിറേറ്ററി സെന്ററിന്റെ പേരെന്താ? ദ ബ്രെയിൻ സ്റ്റെം ആണോ? ദ ബ്രെയിൻ സ്റ്റെം ആണോ? പ്രീവിയസ് ചോദ്യമാണ്. ദ ബ്രെയിൻ സ്റ്റെം ആണോ? റെസ്പിറേറ്ററി സെന്റർ എവിടെയാ? ദ ബ്രെയിനിലുള്ള റെസ്പിറേറ്ററി എവിടെയാ? ബ്രെയിൻ സ്റ്റെം. ബ്രെയിനകത്തുള്ള റെസ്പിറേറ്ററി സെന്റർ എവിടെയാ? ബ്രെയിൻ സ്റ്റെം ആണ്, മറക്കരുത്, ചോദ്യം വരും. റേറ്റ് അത് കൂട്ടുകയോ അത് കുറയ്ക്കുകയോ പറഞ്ഞുതരും. റേറ്റ് അത് കൂട്ടുകയോ ഇത് കുറയ്ക്കുകയോ തീരുമാനിക്കാരാ? നമ്മുടെ റെസ്പിറേഷൻ കൂട്ടണമോ കുറയ്ക്കണമോ എന്ന് തീരുമാനിക്കുന്നതാരാ? ഇത് ബ്രെയിനല്ലേ? നമ്മുടെ റെസ്പിറേഷൻ കൂട്ടുകയോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത് ബ്രെയിനല്ലേ? ബ്രെയിനല്ലേ? അല്ലേ? അല്ലേ? അവിടെ ഒരു ചോദ്യമുണ്ട്. ബ്രെയിനിൽ അത് ഫസ്റ്റ് കണ്ടുപിടി തരാം. ബ്രെയിനിൽ ഫസ്റ്റ് അത് ഐഡന്റിഫൈ ചെയ്ത് തരാം.
ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്താരാ? അത് ബ്രെയിൻ സ്റ്റെം ആണോ അത് മെഡലി ആണോ? റേറ്റ് കൂട്ടണോ വേണ്ടയോ എന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നതാരാ? മെഡുല. റേറ്റ് കൂട്ടുകയോ വേണമെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടുപിടിക്കാറ് മെഡുലല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണെങ്കിൽ ഫസ്റ്റ് ഐഡന്റിഫൈ മെഡുലല്ലേ? 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 പറഞ്ഞു മെഡുലല്ലേ? ആ അല്ലേ പറഞ്ഞു. ആണ്. ദ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോൾ എത്ര പാട്ടുണ്ട്? ദ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോൾ 2 പാട്ടില്ലേ? ദ മെഡലില്ലേ പോൺസും ഇല്ലേ? ദ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോൾ 2 പാട്ടില്ലേ? ദ മെഡലിയും പോൺസും അല്ലേ ദ ബ്രെയിൻ സ്റ്റെം പാട്ടുകൾ? പലർക്കും അറിയില്ല. ദ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോൾ 2 പാട്ടില്ലേ? മെഡലിയും പോൺസും. അതിൽ മെഡലി എപ്പോഴും റെസ്പിറേറ്ററി മനസ്സിലാക്കുന്നത്. ചോദ്യം വരും, ആരാണ് ദ ബ്രെയിനിന്റെ റെസ്പിറേറ്ററി മെയിൻ ചെയ്താരാ? റേറ്റും and the depth of the respiration are managing. Brain stem, brain stem, brain stem. The brain stem 2 പാർട്ടുണ്ട്, മെഡലി ഉണ്ട്, ബോൺസ് മുതൽ മറക്കരുത്. ചോദിച്ച് എഴുതുമല്ലോ. എഴുതോ? ഇതുവരെ പറഞ്ഞു കിട്ടിയോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ എല്ലാവർക്കും? ഇതുവരെ പറഞ്ഞ കാര്യം ഓരോ കാര്യവും മലയാളത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് ക്ലിയർ ആയോ? കാരണം പഠിക്കുമ്പോൾ വളരെ വളരെ പാടാത്ത കാര്യമില്ല. ശരിയല്ലേ? പക്ഷെ ചോദ്യം ആയിരിക്കും. ചോദ്യം എപ്പോഴായിരിക്കും? ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? ഫസ്റ്റ് ലൈൻ ഓഫ് ആരാ? ബഫർ. സെക്കൻഡ് ലൈൻ മെക്കാനിസം ആരാ? സെക്കൻഡ് ലൈൻ ആരാ? റെസ്പിറേറ്ററി. തേർഡ് ചോദ്യം, റെസ്പിറേറ്ററിയിൽ ദ ബ്രെയിനും ചേർന്ന് വരും, റെസ്പിറേറ്ററി കൂടെ തന്നെ ബ്രെയിനും ചേർന്ന് വരും, റെസ്പിറേറ്ററി കൂടെ തന്നെ ബ്രെയിനും ചേർന്ന് വരും. കാരണം എന്താ? ചേർന്ന് വരും. കാരണം എന്താ? റെസ്പിറേറ്ററി എവിടെയാ? റെസ്പിറേഷൻ ബ്രെയിനിലായത് കൊണ്ട് തന്നെ ബ്രെയിനും കൂടെ ചേർന്ന് വരില്ലേ? ബ്രെയിൻ സ്റ്റെമും കൂടെ ചേർന്ന് വരില്ലേ? ആ കാര്യം ഒരിക്കലും മറക്കരുത്. ചോദ്യം എഴുതല്ലോ. ഫസ്റ്റും സെക്കൻഡ് ലൈൻ പഠിച്ചു. ഇനി വേറെ ലൈൻ ഉണ്ടോ? ലൈൻ 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 അറിയാമല്ലോ. ലൈൻ അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ല. ലൈൻ ഉണ്ടോ? ലൈൻ ഉണ്ടോ? ലൈൻ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഉണ്ടോ? വേറെ ലൈൻ ഉണ്ടോ? ഇനി വേറെ ലൈൻ ഉണ്ടോ? ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു, സെക്കൻഡ് ലൈനും കഴിഞ്ഞു. ഉണ്ടോ? ജെസ്സി ഉണ്ടോ? സവിതയ്ക്ക് ഉണ്ടോ? ഫസ്റ്റ് ലൈനും കഴിഞ്ഞു, സെക്കൻഡ് ലൈനും കഴിഞ്ഞു. വേറെ ലൈൻ ഉണ്ടോ? പറഞ്ഞേ. ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു, സെക്കൻഡ് ലൈനും കഴിഞ്ഞു. തേർഡ് ലൈൻ ഉണ്ടോ? ഉണ്ടോടെ? തേർഡ് ലൈൻ ഇല്ലേ? ഉണ്ടോടെ? ആർക്കുണ്ടോ തേർഡ് ലൈൻ? തേർഡ് കഴിഞ്ഞ അവിടെ എല്ലാവർക്കും തേർഡ് ലൈൻ ഉണ്ടോ? എന്ത് പേരെന്താ? 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 ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു, സെക്കൻഡ് ലൈൻ കഴിഞ്ഞു, തേർഡ് ലൈൻ പേരെന്താ? ഞാൻ ചോദിക്കൽ ലൈൻ ഏതാ? നിങ്ങൾ പറഞ്ഞ ലൈൻ ഏതാ? ഞാൻ ചോദിക്കൽ ലൈൻ ഏതാ? നിങ്ങൾ പറഞ്ഞ ലൈൻ ഏതാ? ഞാൻ ചോദിക്കൽ ലൈൻ ഏതാ? പറഞ്ഞ ലൈൻ ഏതാ? ഞാൻ ചോദിക്കുന്ന ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു, സെക്കൻഡ് ലൈൻ കഴിഞ്ഞു, തേർഡ് ലൈൻ ഉണ്ടോ? ഉണ്ടോ? ആർക്കുണ്ടോ? ഉണ്ടോ? ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു, സെക്കൻഡ് ലൈൻ കഴിഞ്ഞു, തേർഡ് ഉണ്ടോ? ഞാൻ ചോദിച്ചതാട്ടോ. സ്റ്റഡീസ് ആണ്. സ്റ്റഡീസ്. എഴുതാ തേർഡ് ലൈൻ മെക്കാനിക്സ് ഏതാ? അറിയില്ലാണോ? തേർഡ് ലൈൻ മെക്കാനിക്സിൽ അറിയില്ലാണ്. റീനൽ ആണോ? നിങ്ങൾ വേറെ പോയില്ലേ? പോകരുത്. തേർഡ് ലൈൻ ഓഫ് ഡിഫൻസ് ആരാ? റീനലാണ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ ആരാ? ബഫർ. സെക്കൻഡ് ലൈൻ ആരാ? ബഫർ കഴിഞ്ഞിട്ട് ബഫർ കഴിഞ്ഞാൽ റെസ്പിറേറ്ററി. ആ തേർഡ് ആരാ? റീനൽ. യെസ്. കിട്ടിയോ?
ഇത്രയും കിട്ടിയോ? ഇത് കിട്ടിയോ? എന്താണ് ദ റിയൽ മെക്കാനിസം അല്ലെങ്കിൽ ദ തേർഡ് എന്താ? ദ തേർഡ് ലൈൻ മെക്കാനിസം അല്ലെങ്കിൽ ഈ പറഞ്ഞ ദ റിയൽ മെക്കാനിസം എന്താ? തേർഡ് ലൈൻ മെക്കാനിസം അല്ലെങ്കിൽ ദ റിയൽ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കിഡ്നി എന്താ ചെയ്യുന്നത്? നമ്മുടെ കിഡ്നി എന്താണ് ചെയ്യുന്നത്? റിയൽ മെക്കാനിസത്തിൽ ദ കിഡ്നി എന്താണ് ചെയ്യുന്നത്? ഇതുപോലെ സ്ലോ മെക്കാനിസം ഉണ്ട്, വളരെ സ്ലോ ആയിട്ടല്ലേ, വളരെ സ്ലോ. എന്റെ കിഡ്നി വളരെ പാവല്ലേ? കിഡ്നി തേർഡ് ലൈൻ എന്ന് പറയാൻ കാരണം വളരെ പാവമാണ്. എന്താണ് ചെയ്തത്? എന്റെ ബ്ലഡിൽ നിന്നും ബൈകാർബണേറ്റിനെ പുറത്തോട്ട് കളയാനും ആടേ പറ്റുമോ കിഡ്നിക്ക്? കിഡ്നിക്കില്ലേ ആവശ്യത്തിലധികം വരുന്ന ബൈകാർബണേറ്റിനെ പുറത്തോട്ട് കളയാനും ആഡ് ചെയ്യാൻ പറ്റുമോ? കിഡ്നിക്ക് ആവശ്യത്തിലധികം വരുന്ന ബൈകാർബണേറ്റിനെ പുറത്തോട്ട് റിമൂവ് ചെയ്യാനും ആഡ് ചെയ്യാൻ പറ്റുമോ? കിഡ്നിക്ക് ഈ പറഞ്ഞ ആവശ്യത്തിലധികം വരുന്ന ബൈകാർബണേറ്റിനെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഇൻ കേസ് കൂടുതലാണെങ്കിൽ പിടിച്ച് പുറത്ത് കളയല്ലേ, നീ ഇറങ്ങിപ്പോ, പഠിക്കണ്ട, ഇറങ്ങിപ്പോ, പിടിച്ച് പുറത്ത് കളയും. ആവശ്യമില്ലെങ്കിൽ അകത്തോട് എടുക്കുക. ശരിയല്ലേ? അപ്പോൾ റിയൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ബൈകാർബണേറ്റ് പുറത്ത് കളയാണ്. റിയൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ബൈകാർബണേറ്റിനെ പുറത്തോട് കളയാൻ വേണ്ടിയാണ്. റിയൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ബൈകാർബണേറ്റിനെ പുറത്ത് കളയണം ആണ്. ശരിയല്ലേ? റിയൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ബൈകാർബണേറ്റിനെ പുറത്തോട് കളയാൻ വേണ്ടി തന്നെയാണ്. കാര്യം മറക്കരുത്. ഈ 3 ലൈൻ കിട്ടിയോ? ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസും സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫറൻസും തേർഡ് ലൈൻ ഓഫ് ഡിഫറൻസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫറൻസ് എപ്പോഴും ബഫർ സിസ്റ്റം ആണ്. സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? സെക്കൻഡ് ലൈൻ ആണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം. തേർഡ് ലൈൻ ഏതാ? തേർഡ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? റിയൽ സിസ്റ്റം. മറക്കരുത്, എപ്പോഴും ചോദിക്കും. കിട്ടും. കിട്ടിയോ? ഇമ്പോർട്ട് അടുത്ത ചാപ്റ്റർ ഒരു കിട്ടിയോടെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെപ്പോഴും ഇത് ബ്ലഡിന്റെ പീസ് പഠിച്ചില്ലേ? പീസ് പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഇത് ABG അറിയാമല്ലോ. ABLS, ABG അറിയാം. ABG കേട്ടോ? ABG ഒരു മിനിറ്റ്. കേട്ടോ? ABG ശബ്ദമില്ല, പറഞ്ഞു. ABG അനാജ്. ABG ആർട്ടറിയിൽ ബ്ലഡ് ഗ്യാസ് അല്ലേ? ആർട്ടറി അല്ലേ? നോർമൽ ബ്ലഡ് പീസ് എത്രയാ? നോർമൽ ബ്ലഡ് പീസ് എത്രയാ? pH ഓഫ് ബ്ലഡ് നോർമൽ എത്രയാ? pH ഓഫ് ബ്ലഡ് നോർമൽ എത്രയാ? നോർമൽ 7.35 to 7.45. പക്ഷെ ഇനി വരുന്ന എക്സാമിൽ ചോദിക്കാവുന്ന ചോദ്യം പറഞ്ഞുതരാം. അംബ്ലിക്കൽ ആർട്ടറിയുടെ കേട്ടോ, DME എക്സാമ്പിൾ ചോദ്യം കൂടെ പറഞ്ഞുതരാം. അംബ്ലിക്കൽ ആർട്ടറിയുടെ ഫീറ്റസിന്റെ എത്രയാ വെച്ച്? ഇതൊരു പഠിക്കാത്തതല്ലേ? ഫീറ്റസ് അംബ്ലിക്കൽ ആർട്ടറിയുടെ pH അറിയാമോ? നോർമൽ pH ഓഫ് അംബ്ലിക്കൽ ആർട്ടറി ഇല്ല. കാരണം ബാക്കി എല്ലാ pHും പഠിച്ചത് അംബ്ലിക്കൽ ആർട്ടറിയും ബാക്കിയെല്ലാം പറഞ്ഞില്ലേ? ഇത് ബ്ലഡും ഗ്യാസും പറഞ്ഞോ. ശാലിനി പറഞ്ഞോ? ലീന, ടെസി, നീതു, ചിഞ്ചു പറഞ്ഞോടെ? എനിക്ക് ചോദിക്കട്ടെ, ഞാൻ എന്റെ വാല്യൂ പറയും. അംബ്ലിക്കിലോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്ത് ഗ്രൂപ്പ് നോട്ടുണ്ട്. ഇത് pH ഇല്ലേ? കഴിഞ്ഞ ദിവസത്തെ ഗ്രൂപ്പ് നോട്ടുണ്ട് pH. പറയട്ടെ, ഉത്തരം പറയും. 6.5 എന്തിന്റെ pH? ഇനി വാല്യൂസ് പറയും, ഉത്തരം പറയുക. 6.5 എന്തിന്റെ pH? 6.5.
6.5 എന്തിന്റെ പി എച്ച്? 6.5. 6.5 സ്റ്റൂൾ. 7.1 തൊട്ട് അത് 8.2 എന്താ? 7.1 തൊട്ട് 8.2 ആരാ? എന്തിനെ വെച്ചാ? പാങ്ക്രിയാറ്റിസ്. 7.1 തൊട്ട് 8.2 ആണെങ്കിൽ പാങ്ക്രിയാറ്റിസ്. 4.6 തൊട്ട് 8 വരെ എന്താ? 4.6 തൊട്ട് 8 വരെ ആണെങ്കിൽ സെമനാണോ യൂറിനാണോ? യൂറിൻ. 4.6 തൊട്ട് 8 വരെ ആണെങ്കിൽ യൂറിനാണ്. 6.35 തൊട്ട് 6.85 എന്താ? 6.35 തൊട്ട് 6.85 എന്താ? സലൈവ അല്ലേ? 7.4 എന്തിന്റെ പി എച്ച്? 7.4 എന്തിന്റെ പി എച്ച്? CSF, സെറിബ്രോ സ്പൈൻ ഫ്ലൂയിഡ്. ആൻഡ് 3.5 തൊട്ട് 4.5 3.5 to 4.5 എന്താ? പലതും ഒരുമിച്ച് പഠിക്കാം. നമുക്ക് ഒരുമിച്ച് ഫസ്റ്റ് തൊട്ട് തന്നെ പലതും പഠിക്കണം. 3.5 തൊട്ട് 4 എന്താണ്? 3.5 to 4.5 അസിഡിക്കാരാ? വജൈനൽ ഫ്ലൂയിഡ് ആണോ? 3.5 to 4.5 ആണോ? വജൈനൽ ഫ്ലൂയിഡ്. അത് 1.5 എന്താ? 1.5 എന്താ? ഗ്യാസ്ട്രിക് ജ്യൂസ്. ഈ 7.35 തൊട്ട് തലപ്പ് എന്താ? 7.35 to 7.45 എന്താ? ഇപ്പോഴേ പഠിക്കേ. ബ്ലഡ് അല്ലേ? അതുപോലെ സിമിലർ വാക്കുകളുണ്ട്. സിമിലർ ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, പക്ഷെ എല്ലാവരും തെറ്റിക്കും. 7.35 തൊട്ട് 7.45 എന്ന് പറയുമ്പോൾ തന്നെ 6.35 തൊട്ട് 7.35 എത്താം. എല്ലാ 5 പെട്ട് എന്റെ കയ്യുണ്ട്. 6.35 തൊട്ട് 7.35 എന്താ? ബ്രസ്റ്റ് മിൽക്ക്. ആർക്ക് തോന്നില്ല? ശരിയല്ലേ? കാരണം ഇത് ബ്ലഡ് എന്താ? 7.35 to 7.45 ആണ്. അതുപോലെ തന്നെ ഇത് 3.5 വരുന്ന വാക്ക് എന്താ? ബ്രസ്റ്റ് മിൽക്കില്ലേ? 6.35 to 7.35 എന്താ? കൺഫ്യൂഷൻ ആക്കാൻ പറയും. 6.35 to 7.35 എന്താ? 6.35 to 7.35 എന്താ? ബ്രസ്റ്റ് മിൽക്ക്. 6.35 to 7.35 the breast milk. 7.35 to 7.45 എന്താ? 7.35 to 7.4 എന്താ? ബ്ലഡ്. ശരിക്കും ഇത് പഠിച്ചിട്ട് തെറ്റാറില്ലേ? ഈ 3.5 തെറ്റാറില്ലേ? ഈ 3.5 തെറ്റാറില്ലേ പഠിച്ചില്ലെങ്കിൽ? തെറ്റിക്കൂടെ? തെറ്റാം. ചോദിക്കട്ടെ. 7.18 to 7.38 എന്താ? 7.18 തൊട്ട് 7.38 എന്തിന്റെ പി എച്ച്? നോർമൽ പി എച്ച് അംബ്ലിക്കൽ ആർട്ടറി. ഫീറ്റസിൽ വരുന്ന അംബ്ലിക്കൽ ആർട്ടറിയുടെ പി എച്ച് ചോദിച്ച് മറക്കരുത്. 7.18 തൊട്ട് 7.38. അധികം ടെക്സ്റ്റ് ബുക്കുകൾ ഒന്നുമില്ല, അതേ ബുക്സിൽ ഒന്നുമില്ലാത്ത കാര്യമാണ്. മറക്കോ കാര്യം? നോട്ടിനകത്തില്ല. ഇത് പിന്നെ ഇല്ലേ, ഇത് ക്ലാസ്സിന് ശേഷം ഇത് നോട്ടിനകത്തില്ല. അത് നോട്ടിനകത്ത് ഒരിക്കലും ഇല്ല കേട്ടോ. നോട്ടിനകത്ത് കൊടുക്കാറില്ല. ഇത്രയും കിട്ടിയോ? സ്റ്റാർട്ട് ചെയ്യാം. ABG അനാലിസിസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പി എച്ച് പറഞ്ഞു, എല്ലാ പി എച്ചും പറഞ്ഞു. ഇത് ബ്ലഡിന്റെ പി എച്ച് പറഞ്ഞു. 7.35 7.45 ആണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ പി എച്ചും പറഞ്ഞു. അറിയുന്ന കാര്യം എന്താ? PaO2 എന്താണ്? PaO2 എന്ന് പറയാൻ എന്താ? PaO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണോ? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്. PaO2 എന്ന് പറയുന്നത് എന്താ? പാർഷ്യൽ പ്രഷർ ഓക്സിജൻ അല്ലേ? നഴ്സുമാർ അറിഞ്ഞിരിക്കണം. എന്താണ് പി എന്താ? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയാൻ എന്താ? നഴ്സുമാരാണ് അറിഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും?
നഴ്സുമാരാണ്. ആരെങ്കിലും എപ്പോഴെങ്കിലും എന്താണ് സിസ്റ്ററെ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ എന്ന് പറയുന്നത് PaO2 എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ട് എന്തായിരിക്കും? അറിയാമോ? PaO2ന്റെ അർത്ഥം അറിയാമോ? അർത്ഥം അറിയാമോ? പറയാ എസ് പറയാ. PaO2 അർത്ഥം അറിയാമോ എന്താണെന്ന്? ഒരു സൊല്യൂഷനകത്ത് ഒരു ഗ്യാസ് എടുക്കുന്നു, അത് എത്രത്തോളം ഡിസോൾവ് ചെയ്ത് പറയുന്ന പേരെന്താ? ഒരു സൊല്യൂഷനകത്ത് ഒരു ഗ്യാസ് എത്രത്തോളം ഡിസോൾവ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താ? പാർഷ്യൽ പ്രഷർ അല്ലേ? അല്ലെങ്കിൽ ഒരു സൊല്യൂഷനകത്ത് ഗ്യാസ് എത്രത്തോളം ഡിസോൾവ് ചെയ്യുന്നു എന്നതിനെ പറയുന്ന പേരെന്താ? പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കാം. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനകത്ത് ഗ്യാസ് എത്രത്തോളം ഡിസോൾവ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് എന്ത് വിളിക്കാം? പാർഷ്യൽ പ്രഷർ വിളിക്കും. മറക്കരുത്, സൊല്യൂഷൻ എടുക്കുന്നു, ഒരു ഗ്യാസ് ഇൻസേർട്ട് ചെയ്യുന്നു, അത് എത്രത്തോളം ആ ഒരു സൊല്യൂഷനകത്ത് ഡിസോൾവ് ചെയ്യുന്നു എന്നതിനെ പറയുന്ന എന്താ? പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കാം. ശരിയല്ലേ? ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാസ് അല്ലേ, ഒരു ഗ്യാസ് സൊല്യൂഷനകത്ത് എന്താണ് എത്രത്തോളം അത് ഡിസോൾവ് ചെയ്യുന്നു, നമ്മൾ അതിനെ ഇത് മെഷർ ചെയ്യുന്നല്ലേ സംഭവം. പാർഷ്യൽ പ്രഷർ അത് മെഷർ ചെയ്യുന്നല്ലേ? അത് മെഷർ ചെയ്യുന്നല്ലേ? ഗ്യാസ് സൊല്യൂഷനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു, എത്രത്തോളം അവിടെ ഇത് ഡിസോൾവ് ചെയ്യുന്നു, അത് മെഷർ ചെയ്ത് പറയുമ്പോൾ എന്താ? പാർഷ്യൽ പ്രഷർ വിളിക്കുക അല്ലേ? എങ്കിൽ ബ്ലഡിന്റെ നോർമൽ പാർഷ്യൽ പ്രഷർ എത്രയാണ്? കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. ബ്ലഡിൻ നോർമൽ പാർഷ്യൽ പ്രഷർ എത്രയാണ്? ഒരു 80 തൊട്ട് 100 യൂണിറ്റ് എന്താ? യൂണിറ്റ് ചോദ്യം. 80 തൊട്ട് 100 എന്താ? 80 തൊട്ട് 100 എന്താ? mmHg അല്ലേ? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ 80 തൊട്ട് 100 mmHg ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇത്രയും കിട്ടിയോ? കിട്ടിയോ? ഇനി PaCO2 എത്ര? കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? പാർഷ്യൽ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? കാർബൺ ഡൈ ഓക്സൈഡ് 35 തൊട്ട് 47, 35 to 45 mmHg. 35 to 45 mmHg അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് ബൈകാർബണേറ്റ് എല്ലാ ചോദ്യങ്ങളും ചോപ്പ് ക്വസ്റ്റ്യൻ ചോദ്യം എന്താ? 23 to 27 the milli equivalent per liter. മറക്കരുത്, 23 തൊട്ട് 27 the milli equivalent per liter എന്താ? ബൈകാർബണേറ്റ് വാല്യൂ ചോദിക്കും. എല്ലാ എക്സാമിൽ ചോദിക്കാറുണ്ട്, ABG ചോദിക്കാറുണ്ട്. 23 തൊട്ട് 27 മില്ലി ഈക്വൽ പെർ ലിറ്റർ എപ്പോഴും ബൈകാർബണേറ്റ് നോർമൽ വാല്യൂ. ഇനി ABGക്കകത്ത് വേറെ ഉണ്ടോ? ABGക്കകത്ത് വേറെ ഉണ്ടോ? SaO2 സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ ഉണ്ടോ? സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ ഉണ്ട്. ABGക്കകത്ത് SaO2 ഉണ്ട്. സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ എത്രത്തിലുണ്ട്? സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ എത്ര നോർമൽ വരുന്നത്? 95 to 100 അല്ലേ? സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ 95 to 100 നോർമൽ. 95 to 100 അല്ലേ? അല്ലേ? എല്ലാം പഠിക്കുമ്പോൾ അവരുടെ ഒരു വാക്കുണ്ട്, ബേസ് എക്സ് എന്താ? ബേസ് എക്സസ് എന്താ? എന്താണ് ബേസ് എക്സ്? ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി, ചോദിക്കില്ല. ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി, വാല്യൂ മാത്രം ഓർമ്മിക്കുക. -2 തൊട്ട് +2 മില്ലി ഈക്വൽ ആണ്. എപ്പോഴും ബ്ലഡ് എപ്പോഴും സ്ലൈഡ്ലി അസിഡിക് ആണ്, ബേസിക് ആണ്. ഇത് ബേസ് എക്സസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് എപ്പോഴും സ്ലൈഡ്ലി അസിഡിക് ആണ്, ബേസിക് ആണ്. ബേസിക് അല്ലേ? സ്ലൈഡ്ലി ബേസിക് അല്ലേ? ബ്ലഡ് സ്ലൈഡ്ലി ബേസിക് അല്ലേ? ആ ജസ്റ്റ് ഓർമ്മിക്കുക. ബേസ് എക്സസ് എന്ന് പറഞ്ഞാൽ -2 തൊട്ട് +2 മില്ലി ഈക്വൽ ആണ്. ബ്ലഡ് എപ്പോഴും സ്ലൈഡ്ലി ബേസിക്. എക്സാമിന് എപ്പോഴും pH ചോദിക്കും. കൂടുതൽ ചോദിച്ചാൽ സാച്ചുറേഷൻ കൂടെ ചോദിക്കും. കിട്ടിയോ? SaO2 കിട്ടിയോ? ആൻഡ് PaO2 ബൈകാർബണേറ്റ് ABGയിൽ ചോദിക്കും. കിട്ടിയോ? ഇത്രയും പഠിച്ച് ഓർമ്മിക്കുന്നു. എപ്പോൾ pH ചോദിക്കും, അതുപോലെ തന്നെ ബൈകാർബണേറ്റ്, SaO2, ഈ പറഞ്ഞ എല്ലാ കാർബൺ ഡൈ ഓക്സൈഡും ചോദിക്കാം കേട്ടോ.
കിട്ടിയോ? ഇത് കിട്ടിയോ? ഇതുവരെ പഠിപ്പിച്ച് കിട്ടിയോ എല്ലാവർക്കും? ഇതുവരെ പഠിപ്പിച്ച കാര്യം എല്ലാവർക്കും ക്ലിയർ ആണ്? എല്ലാവർക്കും എല്ലാവർക്കും എങ്കിലേ 7.1 തൊട്ട് ഇത് 8.2 എന്നൊരു വാല്യൂ. 7.1 തൊട്ട് 8.2 എന്ന് പറയുന്നത് എന്തിന്റെ PH? 7.1 to 8.2 എന്തിന്റെ PH? നമുക്ക് നിർത്താം. പറഞ്ഞേ. പാൻക്രിയാറ്റിസ്. ഞാൻ ഈ ചോദ്യം കഴിഞ്ഞ എക്സാമിൽ ചോദിക്കുകയും ഓർമ്മിച്ചേട്ടോ, പക്ഷെ PH അത് ചോദിച്ചില്ല. പക്ഷെ ഇപ്രാവശ്യം ചോദ്യം വരും കേട്ടോ. ക്ലിയർ ആയോ? ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയോ? ഒരു ചാപ്റ്റർ ക്ലിയർ ആയി, ഒരു ചാപ്റ്റർ ക്ലിയർ ആയി, ഒരു ചാപ്റ്റർ ഏതാ പഠിച്ച? ആസിഡ് ബേസ് ബാലൻസ് അല്ലേ? ക്ലിയർ ആയോ? യെസ്, നമുക്ക് കാണാമല്ലോ. ഇനി RRV എക്സാം കഴിയാത്ത അതില്ല. ആർക്ക് RRV എക്സാം ഉണ്ട്? ആർക്കൊക്കെ RRV എക്സാം ഉണ്ട്? ഉണ്ടോ? ആർക്കുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം കൊല്ലമാണോ? എല്ലാം കൊല്ലമാണോ? എല്ലാം കൊല്ലമാണോ? എല്ലാവരും എല്ലാം കൊല്ലമാണോ? എറണാകുളം, കൊല്ലം, വേറെ വേറെ ഉണ്ട്. കോട്ടയം വേറെ ഉണ്ട്. വേറെ ഉണ്ട്. തമിഴ്നാട് ഉണ്ട്. തമിഴ്നാട് ഉണ്ട്. തമിഴ്നാട് ആരെങ്കിലും തമിഴ്നാട് ഉണ്ട്? തമിഴ്നാട് ആരെങ്കിലും തമിഴ്നാട് ഉണ്ട്? തമിഴ്നാട് ആരെങ്കിലും തമിഴ്നാട് ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എല്ലാം ഇവിടെ തന്നെ. കൊല്ലം, കോട്ടയം, എറണാകുളം. യെസ്. സോ നമുക്ക് അടുത്ത ദിവസം കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ് കാണാം. എല്ലാം കൃത്യമായി പഠിക്കുക, പറയുമ്പോൾ പഠിക്കുക, റാങ്കോടെ പാസ് ആവട്ടെ, പറയുമ്പോൾ പഠിച്ച് പാസ് ആട്ടോ. ഇനിയും പറയുന്നു, തുടക്കമാണ് DMA എക്സാമിന്. റാങ്കോടെ പാസ്സാവുക. ഇനി ഞാൻ പറയില്ല കാര്യം, ഇനി അവസാനം പറയുകയാണ്. റാങ്കോടെ പാസ്സാവുക, പഠിപ്പിക്കുന്ന കാര്യം അതുപോലെ പഠിക്കുക, വ്യത്യാസമില്ല, പഠിക്കുക. ചില കാര്യം എപ്പോഴും സ്റ്റഡി നോട്ട് ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്ന പല കാര്യങ്ങളും എപ്പോഴും നോട്ടിനകത്ത് ഉണ്ടാകത്തില്ല. പല എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്, അത് അതുപോലെ കേട്ടോ. പല എക്സ്ട്രാ പോയിന്റ്സ് ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ PH ബേസ് എല്ലാം പറഞ്ഞു തന്നു, അത് അതുപോലെ പഠിക്കുക. ചോദ്യം വരും, കൃത്യമായി എഴുതുക. സോ സീ ഓൺ നെക്സ്റ്റ് ക്ലാസ്. ആഫ്റ്റർ RRB എക്സാം സെഷൻ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉറങ്ങുക പോയി. റെസ്റ്റ്.